കുരുത്തക്കൊടൊന്നും തട്ടൂല, എഴുതി പോയി 10, 20, 30, 50 ഇനി അതിൽ വിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ലോഡ് മെറ്റൽ ഞാൻ തരാം, അങ്ങനെയൊക്കെ പറയാലോ അല്ലേ? എന്താ ജെല്ലി എന്തിനു പറയാം, പെടൂലേ? ആ സ്ക്വയർ ഫീറ്റ് പെടും. അൽഹംദുലില്ലാ. അപ്പൊ അത് വേണ്ട. പിന്നെ നമുക്ക് ചുറ്റുമതിലും വേണ്ട. ഏതായാലും അത് നാളെ അല്ലേ? അപ്പൊ നാളെ വരൂലേ? പക്ഷെ അത് വെറുതെ പറഞ്ഞിട്ടോ, നാളെ വരി, നമുക്ക് നോക്കാം. അപ്പൊ ഇൻഷാല്ലാ ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് വരികയാണ്. നിങ്ങൾ എഴുതി ഇൻഷാല്ലാ. എഴുത്ത് നിർത്തണ്ട, ഞാൻ ചരിത്രം തുടങ്ങാൻ എഴുത്ത് നിർത്തണ്ട. ഇൻഷാല്ലാ അത് നടക്കട്ടെ. ഇന്ന് പരിപാടി കഴിയുന്നതോടുകൂടി 3000 സ്ക്വയർ ഫീറ്റ് നമുക്കിതിലേക്ക് വരണം. അള്ളാഹു സ്വീകരിക്കട്ടെ. ഇലാ ഹദ്റാത്തി അസ്ഹാബിൽ ബദ്രീൻ അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. നമ്മൾ ചൊല്ലിയ ഫാത്തിഹ ബദരീങ്ങളുടെ ഹളറത്തിലേക്ക് അല്ലാഹു ഈ സെക്കൻഡിൽ എത്തിച്ചു കൊടുക്കട്ടെ. ഇന്നലെ ഉറങ്ങുന്നതിന് മുന്നേ ഒരു ഫാത്തിഹ ഓതാൻ പറഞ്ഞു. ഓതിയവരൊന്ന് കൈപൊക്കി കാണിക്കും. ബദരീങ്ങളുടെ പേരിൽ ഒരു ഫാത്തിഹ ഓതിയിട്ട് കിടന്നുറങ്ങിയവരൊന്ന് കൈപൊക്കി കാണിക്കും. പഠിച്ചവനെ ഒരൊറ്റ ആൾ ഓതിയിട്ട് തന്നെ അൽഹംദുലില്ലാ 2-3 സഹോദരങ്ങൾ കൈപൊക്കിച്ചു. ഇന്ന് മുതൽ ഉറങ്ങുന്നതിന് ഒരു ഫാത്തിഹ അവർക്ക് വേണ്ടി ഓതുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹുരുടെ മദദ് നമ്മുടെ കുടുംബത്തിലേക്ക് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ആഖിബത്ത് അള്ളാഹു നന്നാക്കി തരട്ടെ ഇൻഷാ അല്ലാഹ്. അടർക്കളത്തിലെ ഇതിഹാസം എന്ന് പറയുന്ന സംഭവമായ ചരിത്രത്തിന്റെ 2ാം ഭാഗം ഒരു പാട്ട് കൂടി കേട്ടിട്ട് ഇൻഷാ അല്ലാഹ്. വിണ്ണിൽ നിന്നേകന മണ്ണിനെ പോറ്റുന്ന തമ്പുരാനേ നീ, മണ്ണിൽ ഞാൻ ചെയ്തുള്ള പാപങ്ങളെല്ലാം പൊറുത്തിടേണേ നീ. സകല പാപത്തിൻ സാഗര അതിലലിവില്ലാത്തൊരു പാഴ്വാര എന്നിൽ കനിവ് ചൊരിഞ്ഞിടണേ. ലേഖന മണ്ണിനെ പോറ്റുന്ന തമ്പുരാനേ നീ, മണ്ണിൽ ഞാൻ ചെയ്തുള്ള പാപങ്ങളെല്ലാം പൊറുത്തിടേണേ നീ. സകല പാപത്തിൻ സാഗര അതിലലിവില്ലാത്തൊരു പാഴ്വാര എന്നിൽ കനിവ് ചൊരിഞ്ഞിടണേ. റാസിക്കും നീയാണല്ല, മാലിക്കും നീയാണല്ല, അർശിനുമുടയവൻ നീ. റഹ്മത്തും നീയാണല്ല, ബർക്കത്തും നീയാണല്ല, രക്ഷയേകിടണേ. വിണ്ണിടിലേഖന മണ്ണിനെ പോറ്റുന്ന തമ്പുരാനേ നീ, മണ്ണിൽ ഞാൻ ചെയ്തുള്ള പാപങ്ങളെല്ലാം പൊറുത്തിടേണേ നീ. സകല പാപത്തിൻ സാഗര അതിലലിവില്ലാത്തൊരു പാഴ്വാര എന്നിൽ കനിവ് ചൊരിഞ്ഞിടണേ. നീറുമെന്റെ മനസ്സിലെന്നും നീർമഴയായി പെയ്തിടൂ. ആരുമില്ലാത്തിൻ്റെ നേരെ അലിവിൻ നോട്ടം നോക്കിടൂ. നീറുമെന്റെ മനസ്സിലെന്നും നീർമഴയായി പെയ്തിടൂ. ആരുമില്ലാത്തിൻ്റെ നേരെ അലിവിൻ നോട്ടം നോക്കിടൂ. ചിറകൊടിഞ്ഞൊരു പറവയായ അലയുന്നു ദുനിയാവില്. റഹ്മത്തേകിടണേ, ഖലീലിൻ കരങ്ങൾ നീട്ടിടണേ. റഹ്മത്തേകിടണേ, ഖലീലിൻ കരങ്ങൾ നീട്ടിടണേ. റാസിക്കും നീയാണല്ല, മാലിക്കും നീയാണല്ല, അർശിനുമുടയവൻ നീ. റഹ്മത്തും നീയാണല്ല, ബർക്കത്തും നീയാണല്ല, രക്ഷയേകിടണേ. വിണ്ണിടിലേ
മുന്നിനെ പോറ്റുന്ന തമ്പുരാനേ നീ. മണ്ണിൽ ഞാൻ ചെയ്തുള്ള പാപങ്ങളെല്ലാം പൊറുത്തിടേണേ നീ. സകല പാപത്തിൽ സാഗരം അതിലലിവില്ലാത്തൊരു പാഴ്മരം എന്നിൽ കനിവ് ചൊരിഞ്ഞിടണേ. കനിവിൻ കരങ്ങൾ നീട്ടിടണേ. ഇന്നലെ ചരിത്രം വന്നെത്തിയത് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വസ്ഥമായി സ്വൈരമായി ഹുദൈബിയ സന്ധി എന്ന് പറഞ്ഞൊരു സന്ധി കഴിഞ്ഞ് മദീനയിൽ തന്റെ സ്വഹാബാക്കൾക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് എന്റെ മുഅ്മിനീങ്ങളെ ഏകദേശം 320 കിലോമീറ്റർ സഞ്ചരിച്ചാൽ എത്തിപ്പെടുന്ന വിശാലമായ സ്ഥലമായിരുന്നു ഖൈബർ. ആ ഖൈബർ എന്ന് പറയുന്ന പ്രദേശത്ത് ഭരണം നടത്തിയിരുന്നത് ഹീനൻ മൻസിയതനി മോനാ മുറഹിബദൈ ഓനുന്ന നാമം പെറുവാൻ. ദുഷ്ടനായ തമ്മാടിയായ നീചനായ അഹങ്കാരിയായ മുറഹിബ് രാജാവായിരുന്നു ആ ഖൈബർ എന്ന് പറയുന്ന പ്രവിശാലമായ സ്ഥലത്ത് ഭരണം നടത്തിയിരുന്നത്. 100,000-ഓളം വരുന്ന പട്ടാളക്കാരുണ്ട്. ഖൈസ് ഇബ്നു റവാഹ, അൻദർ ഇബ്നു സാമിത്ത്, മുറത്ത് ഇബ്നു മർവാൻ, അങ്കബൂത്ത് ഇബ്നു സഖ്വാൻ തുടങ്ങിയ 4 മന്ത്രിമാര്. അവൻ എല്ലാവിധ സപ്പോർട്ടും ചെയ്യാൻ അവന്റെ ഇടതും വലതുമായിട്ടുണ്ട്. നമ്മൾ ഇന്നലെ പറഞ്ഞു. അങ്ങനെ ഒരിക്കൽ മുറഹിബ് രാജാവ് ഒരു പട്ടാളക്കാരനെ 10,000 പൊന്ന് ഖജനാവിന്റെ താക്കോൽ കൂട്ടം പ്രൈവറ്റ് സെക്രട്ടറി പദം പട്ടും പുടവയും ഓഫർ ചെയ്തിട്ട് അള്ളാന്റെ റസൂലിനെയും തന്റെ മരുമകനായ അലിയാർ തങ്ങളെയും കൊല്ലാൻ ഖൈബറിൽ നിന്ന് മദീനയിലേക്ക് പറഞ്ഞു. കാടുകളും മലകളും മലച്ചെരുവുകളും സഞ്ചരിച്ചിട്ട് പ്രവിശാലമായ സൗന്ദര്യത്തിന്റെ നാടായ മദീനയുടെ പരിസരത്തേക്ക് എത്തിയ ഹജ്ജാജ് തന്റെ സുഹൃത്ത് ശംഭുവിന്റെ വീട്ടിലേക്ക് പ്രവേശിക്കുകയും അവിടുന്ന് വിശപ്പകറ്റി ഒട്ടയ്ക്ക് ഒട്ടരക്ക് വെള്ളം കൊടുത്തിട്ട് സുബ്ഹിയോടടുത്ത സമയത്ത് മദീന പള്ളിയുടെ തൂണിന്റെ മറവിൽ മറഞ്ഞിരുന്നിട്ട് ലോകത്തിന്റെ നേതാവ് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും അലിയാർ തങ്ങളെയും കൊല്ലാൻ ഊരി പിടിച്ച വാളുമായി ആ തൂണിന്റെ മറവിൽ മറഞ്ഞിരിക്കുകയും അല്ലാഹുവിന്റെ ഖലാ ജിബ്രീൽ മുഖാന്തരം ഹജ്ജാജ് അവിടുന്ന് തന്റെ ദൗത്യത്തിൽ നിന്ന് പിന്മാറുകയും തന്റെ മരുമകനായ അലിയാർ തങ്ങൾ ഹജ്ജാജിനെ കീഴ്പ്പെടുത്തിയിട്ട് ഇലാ ഹദറത്തി റസൂലില്ലാഹ് അള്ളാന്റെ റസൂലിന്റെ മുന്നിലേക്ക് പൂച്ചക്കുട്ടിയെ കൊണ്ടുവരുന്നത് പോലെ ഹജ്ജാജിനെ അലിയാർ തങ്ങൾ കൊണ്ടുവന്നിട്ടു. എന്നാൽ അള്ളാന്റെ റസൂലിനെ കൊല്ലാൻ വന്ന ഹജ്ജാജിനോടുള്ള ദേഷ്യം കാരണം സിദ്ദീഖ് തങ്ങൾ, ഉമർ തങ്ങൾ, ഉസ്മാൻ തങ്ങളെ പോലെയുള്ള സഹാബാക്കള് അവരുടെ ഉറയിൽ നിന്ന് വാള് വലിച്ചൂരിട്ട് ഹജ്ജാജിനെ കൊല്ലാൻ നിൽക്കുമ്പോഴാണ് ഹജ്ജാജ് പറഞ്ഞത് അഫ്വല്ലി യാ റസൂലല്ലാഹ്, എനിക്ക് നിങ്ങൾ പൊരുത്തപ്പെട്ടു തരണം. ഇവിടെ വെച്ച് നിങ്ങൾ എന്നോട് പകരം വീട്ടിയാൽ, എന്നെ വധിച്ചാൽ, എന്നെ തല്ലിയാൽ, എന്നെ ഇടിച്ചാൽ, എന്നെ കുത്തിയാൽ ആരും പകരം ചോദിക്കൂല നബിയേ. മറിച്ച് നിങ്ങൾ എനിക്ക് മാപ്പ് തന്നാൽ നിങ്ങളെ ദീനിലേക്ക് കടന്നു വരാൻ ഹജ്ജാജ് ആഗ്രഹിക്കുന്നുണ്ടെന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ. സുബ്ഹാനല്ലാഹ്, ഈ സമയത്ത് അള്ളാന്റെ റസൂലിന്റെ സ്വഹാബാക്കള് ഹജ്ജാജിനെ കൊല്ലാൻ ഊരിപ്പിടിച്ച വാളുമായി നിൽക്കുമ്പോൾ അള്ളാന്റെ റസൂൽ അവനെ തട്ടി മാറ്റിയിട്ട് ഹജ്ജാജിനെ തന്റെ മാറോട് ചേർത്തിട്ട് ചുടർ കരയേ ചേത്ത് സലാമത്തിൻ കൂത്ത് ചെയ്തെന്നാളും കാത്തിടുവിൻ നബിയേ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. പുന്നാര നബി ചൊല്ലിക്കൊടുത്തു. ആവേശത്തോടെ ഹജ്ജാജ് ഇസ്ലാം മതത്തിലേക്ക് കടന്നു വന്നു. ഇൻഷാ അല്ലാഹ് ഇനി എന്ത് സംഭവിക്കും നാളെ പറയാനും പാടാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ പറയ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. സമയം ഒരുപാടായിട്ടുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ പരിപാടി ഒരു 3 സ്വലാത്ത് ചൊല്ലിയിട്ട് നമുക്ക് നിർത്താം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം.
ഇൻഷാ അല്ലാഹ് നാളെ കണ്ടുമുട്ടാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നാളെ കൃത്യം 8 മണിക്ക് തന്നെ എല്ലാവരും വരിക. നേരത്തെ നമുക്ക് പരിപാടി തുടങ്ങി നേരത്തെ അവസാനിപ്പിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞിട്ടാണ് ഇന്നലെ നമ്മൾ ഇവിടുന്ന് പിരിഞ്ഞു പോയത്. അൽഹംദുലില്ലാഹ് അതിന്റെ ബാക്കി ഭാഗം ശ്രദ്ധിക്കുക. മോളിടാറുടൻ ഉദന്തം ചോദി മുന്തി പൂതൽവനാർ അടകൽ പാതി തിളനൽ ഹൈബറിൽ പൊറുക്കുണ്ടാറാൽ ഹജാശിബിന് മുന്തി എനക്കുൾ പേരാ അദാലത്ത് നടത്തിടുന്നേ പൂരണ മുറങ്ങിവും ഖവാമും എന്നേ അഴക് മികും നിരെ അനിതദുക്കേ ആയത്ത ധേനും മാടി കദൗരക്കേ കഥകേ താലിയാരെ അരുളി മുത്ത് ഹാമി മുറഹിബി എഴുതാൻ കത്ത് ആദിവാ ജഗം ത്വയ്ബ നഗർ വാഴുന്നേ അരശോ മുഹമ്മദ് റസൂലിൽ നിന്നേ. ഹജ്ജാസിനോട് അല്ലാഹു റസൂൽ ചോദിക്കുകയാണ്, ഹജ്ജാസ് ആരാണ് നിന്നെ മദീനത്തേക്ക് പറഞ്ഞയച്ചത്? എന്തിനു വേണ്ടിയിട്ടാണ് നീ മദീനയിലേക്ക് വന്നത്? പുള്ളിയിൽ അദാലത്ത് നടത്തിയിടുന്നേ പുരണം മുറഹീബും കവാമും ചൊന്നേ. അല്ലാഹു റസൂലേ എന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത് ആ ഖൈബർ എന്ന് പറയുന്ന പ്രവിശാലമായ നാട് ഭരിക്കുന്ന മുറഹിബ് രാജാവാ. എല്ലാവിധ ആയുധ സന്നാഹങ്ങളുമായിട്ട് ആ പ്രവിശാലമായ ഖൈബർ എന്ന് പറയുന്ന ഭരണത്തിന്റെ ചുക്കാൻ പിടിക്കുന്ന മുറഹിബാണ് എന്നെ പറഞ്ഞയച്ചത്. അതുകൊണ്ട് ഞാൻ വന്നു, നിങ്ങളുടെ മതത്തിലേക്ക് കടന്നു വന്നു എന്നതുകൊണ്ട് മുറഹിബ് രാജാവ് ഈ പരിപാടി നിർത്തൂല. ഇനി ഞാനല്ലെങ്കിൽ മറ്റൊരാള് അല്ലാഹു റസൂലേ നിങ്ങളെ കൊല്ലാൻ വരാൻ സാധ്യതയുണ്ട്. അത് കേട്ട അരുളി മുത്ത് ഹമീൻ മുറഹിബിൽ എഴുതാൻ കത്ത്. ആ ഖൈബർ എന്ന് പറയുന്ന നാടിന് ഏകദേശം ഒരു രൂപം ഹജ്ജാജ് അല്ലാഹു റസൂലിന് പറഞ്ഞു കൊടുത്തപ്പോ തന്റെ മരുമകനായ അലിയെ തന്നോട് ചേർത്ത് പിടിച്ചിട്ട് അല്ലാഹു റസൂൽ പറയുന്നു, അലിയേ, എന്നാൽ പ്രവിശാലമായ ഖൈബർ എന്ന് പറയുന്ന നാട് ഭരിക്കുന്ന മുറഹിബിന് വേണ്ടിയിട്ട് ഒരു ലെറ്റർ, ഒരു എഴുത്ത് നീ എഴുത്. ഇന്നത്തെ പോലെ സംവിധാനങ്ങളൊന്നുമില്ല, ഫോൺ സംവിധാനമില്ല, ഒരു സംവിധാനമില്ലല്ലോ. ലെറ്റർ അല്ലാതെ മറ്റൊരു മാർഗവുമില്ല. ആ ഒരു ലെറ്റർ എഴുതാൻ അലിയാർ തങ്ങളെ ചേർത്ത് പിടിച്ചു എന്ന് മാത്രമല്ല, അതിൽ 3 ഡിമാൻഡ് അല്ലാഹു റസൂൽ എഴുതി ചേർക്കാൻ പറഞ്ഞു. അതിൽ വാചകം ത്വയ്ബ നഗർ വാഴുന്നേ അരശൂ മുഹമ്മദും റസൂലിൽ നിന്നേ. ഹെഡിങ് എങ്ങനെയാണ് വെച്ചത്? മദീനയിൽ നിന്ന് അള്ളാന്റെ പ്രവാചകനായ മുഹമ്മദ് എഴുതുന്ന കത്ത്. എന്നിട്ട് ഒന്നാമത്തെ ഡിമാൻഡ് പറഞ്ഞത്, മുറഹിബേ, നീ എന്നെയും എന്റെ മരുമകനായ അലിയെയും കൊല്ലാൻ പറഞ്ഞയച്ച ഹജ്ജാജ് എന്റെ മതത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അതുകൊണ്ട് നീയും നിന്റെ 1 ലക്ഷത്തോളം വരുന്ന പട്ടാളക്കാരും 4 മന്ത്രിമാരും എന്റെ മതത്തിലേക്ക് കടന്നു വരിക. ഒന്നാമത്തെ ഡിമാൻഡ്. എന്റെ ദീനിലേക്ക് നീയും നിന്റെ പട്ടാളക്കാരും കടന്നു വരിക. അതിന് നീ ഒരുക്കമല്ലെങ്കിൽ അള്ളാന്റെ നാടായ ഖൈബർ വിട്ടുകൊണ്ട് നീയും നിന്റെ പട്ടാളക്കാരും ഭാര്യമാരും മക്കളൊക്കെ പോകുക. ഇതിനും നീ ഒരുക്കമല്ലെങ്കിൽ രണമേ എടുക്കുന്നു അത് സിദ്ധത്താൽ. ഈ 2 ഡിമാൻഡിനും നീ തയ്യാറല്ലെങ്കിൽ അവിടെ വന്നുകൊണ്ട് ഞങ്ങൾ യുദ്ധം ചെയ്യുമെന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ. ഒന്നാമത്തെ ഡിമാൻഡ്, ഹജ്ജാജിന്റെ മതത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്, അതുകൊണ്ട് സത്യം മനസ്സിലാക്കി നീയും മതത്തിലേക്ക് കടന്നു വരിക. അതിന് തയ്യാറല്ലെങ്കിൽ അവിടെ പ്രയോഗം അള്ളാന്റെ നാടായ ഖൈബർ വിട്ടുകൊണ്ട് പോവുക. അള്ളാന്റെ നാടല്ലാത്ത എന്താ പിന്നെ ദുനിയാവിലുള്ളത്?
അതിന് നീ ഒരുക്കമല്ലെങ്കിൽ രണമേ എടുക്കുന്നോ അതിശുദ്ധത്താൽ അവിടെ വന്നുകൊണ്ട് ഞങ്ങൾ യുദ്ധം ചെയ്യുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ ലെറ്റർ എഴുതി. എന്റെ വിശ്വാസം ഉനക്കും പിന്നെ എല്ലാ ഹലായിക്കിലെ ഉജൂബാകുന്നേ. ഞാൻ വിശ്വസിക്കുന്ന റബ്ബിലേക്ക്, എന്റെ റബ്ബിലേക്ക് നീയും മടങ്ങി വരണം മുറഹിബേ എന്നൊരു ഡിമാൻഡുമായി ലെറ്ററുമായിട്ട് അലിയാർ തങ്ങൾ എഴുതിയെന്ന് മാത്രമല്ല, ആ ലെറ്റർ അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ പൊക്കിയിട്ട് പിടിച്ചിട്ട് സഹാബാക്കളോട് പറഞ്ഞു, സഹാബ 320ഓളം വരുന്ന കിലോമീറ്ററോളം വരുന്ന ഖൈബർ എന്ന് പറയുന്ന വിശാലമായ നാട്ടിലേക്ക് മുറഹിബ് രാജാവിന്റെ കയ്യിലേക്ക് ഈ ലെറ്റർ കൊണ്ടുപോയി കൊടുക്കാൻ ആർക്കാണ് കഴിയുക? മുറഹിബ് രാജാവ് എന്താ ഓഫർ പറഞ്ഞത്? 10,000 പൊന്ന്, ഖജനാവിന്റെ താക്കോൽക്കൂട്ടം, പ്രൈവറ്റ് സെക്രട്ടറി പദം, പട്ടും പുടവയാണെങ്കിൽ ഈ ലെറ്ററെങ്ങാനും കിലോമീറ്ററുകൾ കാടുകളും മലകളും മലം ചെരുവുകളും സഞ്ചരിച്ചിട്ട് ഒരുപാട് പ്രയാസപ്പെട്ടുകൊണ്ട് മുറഹിബ് രാജാവിന്റെ ആ കയ്യിൽ കൊണ്ടുപോയി കൊടുത്താൽ നിത്യ കിതാബ് കൊടുത്ത് വരും മേലോനൊരു മാടം നീഹിത്തിൽ തരും. ഹത്താലബു സൽമാൻ യേനെ അബ്ദുല്ലാ ഖൈബർ കുളർവാനി കീഴുന്ന് നില്ല നിഗരാ ഖനിന്ദാറ്റ ഭാരം കൊടുത്തേ നിധി ചൊങ്കുങ്കമലാത് പോറുപ്പതെന്ന് പുകഴ്വി ഭൂരി വാങ്ങി ആയമലോടി പോന്നാൻ മുറഹിബിൻ മരണം തേടി നെയ്ത്തേ കിതാബ് കൊടുത്ത് വരും മേലോ ഒരു മാടം നീഹത്തിൽ തരും. ഹത്താ അബൂ സലമ യേനെ അബ്ദുല്ലാ ഖൈബർ ഉളർവാൻ ഏറ്റെഴുന്നതില്ല. അല്ലാഹുവിന്റെ റസൂൽ ഈ ലെറ്റർ അങ്ങോട്ട് പൊക്കി പിടിച്ചിട്ട് കൂടിയ 100 കണക്കിന് വരുന്ന സഹാബാക്കളോട് ചോദിക്കുന്നത്, സഹാബ ഈ ലെറ്റർ ഞാനും ഒരുപാട് വഴി ദൂരം സഞ്ചരിച്ചിട്ട് മുറഹിബിന്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി കൊടുത്താൽ മേലോനൊരു മാടം നിഹ്സ്തിൽ തരും. അള്ളാന്റെ കൈയൊന്ന് മുട്ടിയാൽ പൊട്ടിച്ചിരിക്കുന്ന മണിവീണ കമ്പിയുടെ നാദം കൊണ്ടലങ്കൃതമായ അടിവാരത്തിലൂടെ അരുവികൾ ഒഴുകുന്ന സ്വർഗീയ ആരാമത്തില് അള്ളാഹു നിങ്ങൾക്കൊരു മണിമന്ദിരം, ഒരു ഭവനം പണിതു തരുമെന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ. ദുനിയാവിലെ ഒരു ഓഫറും അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ല. ദുനിയാവിൽ നിങ്ങൾക്ക് 10,000 പൊന്ന്, ഖജനാവിന്റെ താക്കോൽക്കൂട്ടം ഒന്നും അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ല. ഈ ലെറ്ററെങ്ങാനും മുറഹിബ് രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി കൊടുത്താൽ നാളെ സുവലോക സ്വർഗത്തിൽ ഒരു മണിമന്ദിരം, ഒരു ഭവനം, ഒരു വീട് അല്ലാഹു നിങ്ങൾക്ക് പണിതു തരുമെന്ന് കേട്ടപ്പോ സുബ്ഹാനല്ലാഹ് ആ കൂട്ടത്തിൽ നിന്ന് സുന്ദരനായ നല്ല ഭംഗിയുള്ള മഹാനായ അബൂ സലമ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റിട്ട് പറഞ്ഞു, നബിയേ നിങ്ങൾ എനിക്ക് സമ്മതം തരുവോ? ഞാൻ കൊണ്ടുപോയി കൊടുക്കാൻ നബിയേ. ദുനിയാവിൽ ഒന്നും അബൂ സലമക്ക് താല്പര്യമില്ല നബിയേ. എന്റെ കുടുംബത്തെ ഉപേക്ഷിച്ചിട്ട്, ഈ മദീനയെ ഉപേക്ഷിച്ചിട്ട് എന്തെല്ലാം പ്രതിസന്ധി വന്നാലും, പ്രശ്നം വന്നാലും, പ്രയാസം വന്നാലും ആ ലെറ്റർ ഞാൻ രാജാവിന്റെ കയ്യിൽ കൊണ്ടുപോയി കൊടുക്കാം. സുബ്ഹാനല്ലാഹ്, അബൂ സലമ അങ്ങോട്ട് മുന്നോട്ട് വരികയാണ്. അൽഹംദുലില്ലാഹ്, സഹാബാക്കൾ ഇങ്ങനെ വഴി മാറ്റി കൊടുത്തു. അബൂ സലമ അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് വന്നപ്പോ ഈ ലെറ്റർ അബൂ സലമയുടെ കയ്യിൽ കൊണ്ടുപോയി കൊടുത്തു. സുബ്ഹാനല്ലാഹ്, മഹാനായ അബൂ സലമ അല്ലാഹുവിന്റെ റസൂലിനോട് സലാം പറഞ്ഞു. സഹാബാക്കളെ നോക്കിയിട്ട് സലാം പറഞ്ഞിട്ട് അതാ മദീന പള്ളിയുടെ പുറത്ത് പാർക്ക് ചെയ്ത തന്റെ കുതിരപ്പുറത്തേക്ക് അങ്ങോട്ട് ചാടിക്കയറാണ്. തിരിച്ചൊരു വരവ് അബൂ സലമ പ്രതീക്ഷിക്കുന്നില്ല. കാരണം ഹജ്ജാജ് വന്നിട്ട് മടങ്ങിപ്പോയിട്ടില്ല. ഹജ്ജാജിനോടുള്ള ദേഷ്യം മുറഹിബ് രാജാവ് അബൂ സലമയോട് തീർക്കുമെന്ന് ഉറപ്പ് തന്നെയാണ്. തിരിച്ചൊരു മടങ്ങി വരവ് പ്രതീക്ഷിക്കാതെ അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്തേക്ക് കണ്ണിമ വെട്ടാതെ നോക്കിയിട്ട് മഹാനായ അബൂ സലമ അതാ തന്റെ കുതിരയുടെ കടിഞ്ഞാണം അങ്ങോട്ട് പിടിച്ചിട്ട്
കാടുകളും മലകളും ചെരുവുകളും സഞ്ചരിച്ചിട്ട് കിലോമീറ്റർ അപ്പുറത്തുള്ള മഹാനായ അബൂ സലമ റളിയല്ലാഹു അൻഹു അമ്പര ചുംബിയായ പടുകൂറ്റം 10 കോട്ട കൊത്തളങ്ങളുള്ള മുറഹിബിന്റെ കൊട്ടാരം ഇങ്ങനെ കാണുന്നുണ്ട്. തകരം കാനിന്ത് ഖന്ദകോടടുത്തി നരരാം ഹർസാകർ ഊണ കൊടുത്തി സഖിയാൽ കടക്കുവൻ ഇത് നാൾ ചെണ്ടേ ചകപാലനിൽ ഫാസം കൊടുത്താറണ്ടേ. ഒരു ഭയവും കൂടാതെ ഒരു വെപ്രാളപ്പെടാതെ അബൂ സലമ റളിയല്ലാഹു അൻഹു കിലോമീറ്റർ സഞ്ചരിച്ചിട്ട് അമ്പരചുംബിയായ കൊട്ടാരത്തിന്റെ ആ മെയിൻ ഗേറ്റിലേക്ക് എത്തി. പാറാവുകാരനുണ്ട്. പാറാവുകാരനോട് പറഞ്ഞു ഈ ലെറ്റർ മുറഹിബ് രാജാവിന്റെ കയ്യിലൊന്ന് കൊണ്ടുപോയി കൊടുക്കണം. പാറാവുകാരൻ ചോദിച്ചു എവിടുന്നാ വരുന്നത്? ഞാൻ മദീനത്ത് നിന്നാ വരുന്നത്. എന്നെ പറഞ്ഞയച്ചത് ലോകത്തിന്റെ നായകൻ സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ. സലാത്ത് ചൊല്ലാൻ പൊതുവെ നമ്മുടെ കൊന്നംകോട്ടർക്ക് ഒരു പിശുക്കുണ്ടോ? സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സലാത്ത് ചൊല്ലാൻ ആവേശം. ഞാൻ വെറുതെ പറയില്ല, നിങ്ങളെ ലൈവ് ഒന്ന് എടുത്ത് നോക്കിയാൽ 15, 16, 17 കർണാടകയിൽ പക്ഷിക്കര എന്ന് പറഞ്ഞ സ്ഥലത്തുണ്ട്. ലൈവിലുണ്ട്. ആ സദസ്സിനെ കാണിക്കുമ്പോൾ നമ്മുടെ ഈ സദസ്സ് പോലെ അല്ല കേട്ടോ, അതും പറയാലോ. ആ സദസ്സ് കണ്ടാലറിയാം 10,000 പങ്കെടുത്തൊരു സദസ്സായിരുന്നു. സലാത്ത് അങ്ങോട്ട് ചൊല്ലാൻ നിന്ന് സുബ്ഹാനല്ലാഹ്, സദസ്സിന് എന്താ ആവേശം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് ദുനിയാവിലെ ഏറ്റവും വലിയ പിശുക്കനാരാ ഇന്റർലോക്കിന് വേണ്ടി സംഭാവന കൊടുക്കാത്തവരല്ല. എന്റെ പേര് കേൾക്കുമ്പോൾ സലാത്ത് ചൊല്ലാത്തവനാണ് ലോകത്തിൽ ഏറ്റവും വലിയ പിശുക്കനെന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ. ഇങ്ങോട്ടും കുട്ടികളെ സലാത്തിലാണ് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പുന്നാര നബിയുടെ പുഞ്ചിരിക്കുന്ന മുഖം കണ്ട് ഈമാനോടുകൂടി മരിക്കാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. ഇവിടെ വളരെ ധൈര്യത്തോടുകൂടി മഹാനായ അബൂ സലമ റളിയല്ലാഹു അൻഹു മുറഹിബിന്റെ കൊട്ടാരത്തിന്റെ പരിസരത്തേക്ക് എത്തിയെന്ന് മാത്രമല്ല, പാറാവുകാരനോട് സമ്മതം ചോദിച്ചു ഉള്ളിലേക്ക് പ്രവേശിച്ചു. പിന്നെ പടുകൂറ്റം 10 കോട്ടയാണ് ഇന്നലെ നമ്മൾ പറഞ്ഞു. ഏത് കോട്ടയിലെ രാജാവ് നിൽക്കുന്ന അബൂ സലമക്ക് അറിയില്ല. അപ്പോഴാണ് കമൂസ് കോട്ട കണ്ടത്. മുറഹിബ് രാജാവ് താമസിക്കുന്ന കമൂസ് കോട്ട കണ്ടത്. സുബ്ഹാനല്ലാഹ്. ഈ ലെറ്ററുമായിട്ട് മഹാനായ അബൂ സലമ അതാ പട്ടാളക്കാരനോട് സമ്മതം ചോദിച്ചിട്ട് മുറഹിബ് രാജാവ് ഉല്ലസിക്കുന്ന ഈ സിംഹാസനത്തിന്റെ പരിസരത്തേക്ക് ആ മട്ടുപ്പാവിലേക്ക് നടന്നു വന്നു എന്ന് മാത്രമല്ല, ഒത്തുടൻ വായിട്ട് മാറുപടി കൂറിയിട്ട് വാശമതിൽ ഉന്തരിങ്ക എത്തവരി കണ്ട് വാരുകൾ അറിന്തതിലുള്ള സ്ഥിതി കൊണ്ട് യേശുവാൻ റസൂൽ നീയെ ഡൊട്ടും ഖബൂലില്ല പെട്ടമേ പൂമക്കുഴിന്റെ ദാരുണാങ്കല്ല ബിസിരത്തിച്ച് ദിനങ്ങൾ താമസം സരേണേ ഇട്ടതിൻ്റെ അകത്ത് ബസ്തി തന്നിടും തീരോണം ഫാസരശനും വസീറൻ ഒത്തുടൻ വായിത്തേ ഫാദലൻ നബിയവരിൽ മറുപടി കൂറിത്തേ വാശമതിൽ ഉന്ത നിങ്ക എത്തവരെ കണ്ടേ വാരുകൾ ആരിന്താതി ഉള്ള സ്ഥിതി കൊണ്ടേ. മുറഹിബ് രാജാവിന്റെ മുന്നിലേക്ക് വന്ന മഹാനായ അബൂ സലമ റളിയല്ലാഹു അൻഹു ആ ലെറ്റർ മുറഹിബ് രാജാവിന്റെ കയ്യിൽ കൊടുത്തു. മുറഹിബ് രാജാവ് ചോദിച്ചു, നീ എവിടുന്നാ വരുന്നത്? സത്യത്തിൽ മുറഹിബ് രാജാവ് ആരെയാ പ്രതീക്ഷിച്ചിരിക്കുന്നത്? ഹജ്ജാസിനെയാണ്. ഹജ്ജാസിന്റെ കയ്യിൽ എന്തുണ്ടാകും? തല ഉണ്ടാകും. ആരെ? അല്ലാഹുവിന്റെ റസൂലിന്റെ തലയാണ് മുറഹിബ് രാജാവ് പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂലിന്റെ തലയും ഇടം കയ്യിൽ അലിഹാരങ്ങളുടെ തലയും പ്രതീക്ഷിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് മുറഹിബ് രാജാവ്. അപ്പോഴാണ് ഒരു ലെറ്ററുമായിട്ട് സുന്ദരനായ അബൂ സലമ കടന്നു വന്നപ്പോ ചോദിക്കുകയാണ്, നീ എവിടുന്നാ വരുന്നത്? അബൂ സലമ ധൈര്യത്തോടെ പറഞ്ഞു, മദീനയിൽ നിന്നാ വരുന്നത്. എന്നെ പറഞ്ഞയച്ചത് ലോകത്തിന്റെ നായകൻ സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ.
ഈ ലെറ്റർ അങ്ങോട്ട് കൊടുത്തു. മുറഹിബ് രാജാവ് ആ ലെറ്ററിന്റെ മുകൾ ഭാഗം നോക്കിയിട്ട് അങ്ങോട്ട് കേറി. എന്നിട്ടോ നബിയവരിൽ മറുപടി കൂറിയിട്ടേ വാശമതിലുന്തനിക എത്തവരി കണ്ടേ. അതിൽ 3 ഡിമാൻഡ് എഴുതിയിട്ടുണ്ട്. ഒന്നാമത്തെ ഡിമാൻഡ്, മുറഹിബേ, നീ എന്നെ കൊല്ലാൻ പറഞ്ഞേച്ച ഹജ്ജാജ് എന്റെ മതത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അതുകൊണ്ട് സത്യം മനസ്സിലാക്കിയിട്ട് നീയും നിന്റെ ഭാര്യമാരും 1 ലക്ഷത്തോളം വരുന്ന പട്ടാളക്കാരും കൈസുബിന് റവാഹ, അന്തർബിന് സാമിത്ത്, മുറത്തുബിന് ഉർവാൻ, അങ്കബൂത്തുബിന് സഖ്വാൻ തുടങ്ങിയ 4 മന്ത്രിമാരും എന്റെ മതത്തിലേക്ക് കടന്നു വരണം മുറഹിബേ. അതിന് നീ തയ്യാറല്ലെങ്കിൽ അള്ളാന്റെ നാട് വിട്ടുകൊണ്ട് നീ പോകണം. ഈ ലെറ്റർ വായിച്ചിട്ട് മുറഹിബ് രാജാവ് ഒരു മറുപടി എഴുത്തെഴുതാണ്. എന്താണ് ആ മറുപടി ലെറ്റർ എന്നറിയുവോ? കണ്ടേ പേശുവാൻ റസൂല് നീയൊട്ടും കാബൂലില്ല. മുഹമ്മദേ, നീ ഒന്നാമത്തത് പറഞ്ഞത് നീ അള്ളാന്റെ പ്രവാചകനാണ്, നിന്റെ മതത്തിലേക്ക് കടന്നു വരണം. ലത്തയാണ് മനാത്ത ദേവതകളാണ് സത്യം. നിന്റെ മതത്തിലേക്ക് ഞാൻ കടന്നു വരില്ല മുഹമ്മദേ. രണ്ടാമത്തെ ഡിമാൻഡ് നീ പറഞ്ഞത് ഈ നാട് വിട്ടുകൊണ്ട് പോകാനല്ലേ? അതിന് ഞാൻ നാട് വിട്ടുകൊണ്ട് പോകാം. ഞാനും എന്റെ 1 ലക്ഷത്തോളം വരുന്ന പട്ടാളക്കാരും അതുപോലെ ഭാര്യമാരും മക്കളും എന്റെ സമ്പത്തെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് പോകാൻ ഞാൻ തയ്യാറാണ് മുഹമ്മദേ. പക്ഷേ ദിനങ്ങൾ താമസം തരണം വിട്ടതിൻ്റകത്ത് ബസ്തി തന്നിടും തീരൂണം. ഒരു 40 ദിവസത്തെ സാവകാശം നീ എനിക്ക് തരണം. പെട്ടെന്ന് അങ്ങനെ പോകാൻ കഴിയൂല. 1 ലക്ഷത്തോളം വരുന്ന പട്ടാളക്കാരുണ്ട്, അവരുടെ ഭാര്യമാരുണ്ട്, അവരുടെ മക്കളുണ്ട്. എന്റെ സമ്പത്തെല്ലാം എടുത്തുകൊണ്ട് ഞാനും എന്റെ മക്കളും ഈ നാട് വിട്ടുകൊണ്ട് പോകാൻ തയ്യാറാണ്. പക്ഷേ 40 ദിവസത്തെ സാവകാശം നീ എനിക്ക് തരണം. ഈ മറുപടി ലെറ്റർ മഹാനായ അബൂ സലമയുടെ കയ്യിൽ മുറഹിബ് രാജാവ് കൊടുത്തു എന്ന് മാത്രമല്ല, നീരത്തലബൂരി കൊടുവാരു കുരമാൽ വരുവള നീശൻ ഫിഅൽ ദോഷം അതിൽ നാശം വിലമാം അവരിലെ ചേരും പിരികോരം ഉമിൽ വാരും മുനമാ പകയനി തീരില്ല സിയൂരി കൊലി എണ്ണും അതുമാ ിലെ എഴുതു മറുപടി പൊളിയർ യഹൂദി ഒളിവർ നബി തിരു ഉളമെ പിരിശമിൽ ഉടവർ അബുസൽമ അളകരുടെ മലർനാളിനെ കരമതിൽ തെളിതെ ഉടനവേ തർക്കം വിട്ട് ഓടലായി വേഷ്കം മീഴി ഒളിവരെ പക്കം തീരും തളമെ തൊയ്ബത്താ. ഓരോ വരിയും പാടിയിട്ട് അർത്ഥം വെക്കാൻ നമുക്ക് സമയമില്ല. സത്യത്തിൽ ഇവിടെ മുറഹിബ് രാജാവ് ചേരും കോരം ഉരുമിൽ ഭാരും ഉന്നമാ പകയിലെ തീരില്ല ഊരിക്കൊലി എണ്ടും അതുമാ. മുറഹിബ് രാജാവ് എന്തിനു വേണ്ടിയിട്ടാണ് ഒരു 40 ദിവസത്തെ സാവകാശം ചോദിച്ചത്? സത്യത്തിൽ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത് അള്ളാന്റെ നാട് വിട്ടുകൊണ്ട് പോകാൻ. അള്ളാന്റെ നാട് വിട്ടുകൊണ്ട് പോകാൻ എന്താ മക്കളെ? എന്തിനർത്ഥം? ദുനിയാവിൽ അള്ളാന്റെ നാടല്ലാത്ത എന്തെങ്കിലും ഉണ്ടോ? മരിച്ചു പോകാനാ പറയണത്. ഇവിടെ ചരിത്രം പറയുന്നത് മുറഹിബ് രാജാവ് ഒരിക്കലും ഖൈബർ വിട്ടുകൊണ്ട് പോകൂല, അത് ഉറപ്പാണ് അള്ളാഹുവിന്റെ റസൂലിന്. പക്ഷെ ഇങ്ങനെ പറയാൻ ഒരു കാരണമുണ്ട്. ഇനി ഹജ്ജാജ് അല്ലെങ്കിൽ അതിന്റെ പുറകെ ആരെങ്കിലും അള്ളാഹുവിന്റെ റസൂലിനെ വധിക്കാൻ വരുമെന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ലെറ്റർ എഴുതിയത്. ഈ മറുപടി ലെറ്റർ 40 ദിവസത്തെ സാവകാശം നീ എനിക്ക് തരണമെന്ന് അള്ളാഹുവിന്റെ റസൂലിനോട് മുറഹിബ് രാജാവ് ലെറ്റർ എഴുതി അബൂ സലമയുടെ കയ്യിൽ കൊടുത്തപ്പോഴോ അബൂ സലമ തന്റെ കുതിരപ്പുറത്തേക്ക് അങ്ങോട്ട് ചാടി കയറി ആ മദീനയെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഏത് സമയത്താണ് അബൂ സലമ മദീന പള്ളിയിലേക്ക് എത്തുന്നത്?
ഹാമിദു റസൂലരും സഹാബികൾ തരീത്തേ ഖൈബറിന്റെ മണ്ഡലത്തിലുള്ളവർക്ക് കൊണ്ടേ കാരുണക്കാരാം അബ്ബാസ് തങ്ങൾ വിണ്ടേ മുയ്യതെ ആ ചുമ്മയേറി ചണ്ടയിൽ ആലത്തെ മുന്നേ തന്നെ കൊഞ്ചമാടുത്തൊരു ഹീലത്തെ ത്വയ്ബയിൽ ഫജ്ർ വഖത്തിൽ എന്ത് അബൂ സൽമാൻ ത്വാഹ ചെമ്പാല കരമിൽ കായിദം കൊടുത്തേ ഹൈദരാലിയാരുളാൻ ആസുരം വായിത്തേ ഹാമിദു റസൂലരും സ്വഹാബികൾ കരീത്തേ അല്ലാഹു റസൂലും നക്ഷത്രതുല്യരായ സ്വഹാബാക്കളും സുബ്ഹി നിസ്കരിച്ചിട്ട് പ്രാർത്ഥനയും കഴിഞ്ഞ് മദീന പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുന്ന വേളയിലാണ് എന്റെ മുഅ്മിനീങ്ങളെ ആ വിശാലമായ ഖൈബർ എന്ന് പറയുന്ന നാട്ടിൽ നിന്ന് യാത്ര ചെയ്ത് ക്ഷീണിച്ചവശനായിട്ട് മഹാനായ അബൂ സലമ മദീന പള്ളിയുടെ പരിസരത്തേക്ക് എത്തിയപ്പോ അല്ലാഹു റസൂലിന്റെ സ്വഹാബാക്കൾ അല്ലാഹു അക്ബർ തക്ബീർ വിളിച്ചിട്ട് അബൂ സലമയെ വരവേറ്റെന്ന് മാത്രമല്ല ഈ മുറഹിബ് രാജാവ് കൊടുത്ത മറുപടി ലെറ്റർ അല്ലാഹു റസൂലിന്റെ കയ്യിൽ കൊടുത്തു. എന്നാൽ അല്ലാഹു റസൂൽ ആ ലെറ്റർ തന്റെ മരുമകനായ അലിയുടെ കയ്യിൽ കൊടുത്തു. ഹൈദർ അലിയാരരുളാൽ ഫാസുരം വായിത്തേ ഹാമിദു റസൂലരും സ്വഹാബികൾ തരീത്തേ മഹാനായ അലിയാര് തങ്ങള് ആ ലെറ്റർ അങ്ങോട്ട് വായിക്കാൻ തുടങ്ങി. അന മദീനത്തുൽ വഅലിയും ബാബുഹാ സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ ഉറക്കന മുഹമ്മദ് മുസ്തഫ ഞാൻ മദീനയുടെ ബഹറാണെങ്കിൽ ഇൽമിന്റെ ബഹറാണെങ്കിൽ അതിലേക്ക് പ്രവേശിക്കാനുള്ള എൻട്രൻസ് വഴി അതിന്റെ മരുമകനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് അലിയാർ തങ്ങളുടെ കയ്യിൽ ലെറ്റർ അങ്ങോട്ട് കൊടുത്തപ്പോഴോ അലിയാർ തങ്ങളെ ലെറ്റർ വായിക്കുകയാണ്. ഹാമിദുർ റസൂലും സഹാബികൾ തരിത്തേ രണ്ടാമത്തെ ഡിമാൻഡ് ആയിരുന്നു പറഞ്ഞത് ഈ നാട് വിട്ടുകൊണ്ട് പോകാം, പക്ഷെ 40 ദിവസത്തെ സാവകാശം തരണം. പക്ഷെ അല്ലാഹു റസൂൽ സഹാബാക്കളോട് പറയാണ്, സഹാബ 40 അല്ല 400 അല്ല 4000 ദിവസം കൊടുത്താലും മുറഹിബും പട്ടാളക്കാരും ഖൈബർ വിട്ടുകൊണ്ട് പോകൂല. അതിനൊരു കാരണമുണ്ട്. ഖൈബർ മണ്ഡലത്തിലുള്ള വാർത്ത കൊണ്ട് കാരുണത്തരാം ഇബ്നു അബ്ബാസ് തങ്ങൾ വിണ്ടേ. മുറഹിബ് രാജാവ് 40 ദിവസത്തെ സാവകാശം നമ്മോട് ചോദിച്ചത് അവൻ ആയുധങ്ങൾ ശേഖരിക്കാൻ വേണ്ടിയിട്ടാണ്. അവന് നമ്മളോട് യുദ്ധം ചെയ്യാൻ ഒരുങ്ങാൻ വേണ്ടിയിട്ടാണ് 40 ദിവസത്തെ സാവകാശം ചോദിച്ചത്. അതുകൊണ്ട് റബ്ബാണ് സത്യം. മുറഹിബ് രാജാവും 1000-ലക്ഷത്തോളം വരുന്ന പട്ടാളക്കാരും 4 മന്ത്രിമാരും ഒരു കാരണവശാലും ആ നാട് വിട്ടുകൊണ്ട് പോകൂല. ഏതൊരു സമയത്തും അവന്റെ ആക്രമണം നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുണ്ട്. അവനെങ്ങാനും നമ്മുടെ മദീനത്തേക്ക് കടന്നു വന്നാൽ ഒരുപാട് ആയുധങ്ങൾ അവന്റെ കയ്യിലുണ്ട്. വാള്, കുന്തം, അമ്പ്, ചാട്ടുളി, പെൺമാവെൺമഴ്, ശൂലം, ചക്കിരം, വജ്രം, ഉറുമി ഇതുപോലത്തെ ഒരുപാട് പടക്കോപ്പുകളുള്ള മുറഹിബെങ്ങാനും നമ്മുടെ നാട്ടിലേക്ക് വന്ന് പിടിച്ചു നിൽക്കാൻ നമുക്ക് കഴിയില്ല സഹാബ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് മുറഹിബും പട്ടാളക്കാരും നമ്മുടെ മദീനയിലേക്ക് വരുന്നതിന് മുന്നേയായി നമുക്ക് അങ്ങോട്ട് ചെല്ലണമെന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ. അവരിങ്ങോട്ട് വന്ന നമ്മുടെ ഭാര്യമാര്, നമ്മുടെ മക്കൾ, നമ്മുടെ കുടുംബമാകെ തകർന്നു പോകും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ മുറഹിബിനോട് ചെന്നിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കണം. പറ്റിയില്ലെങ്കിൽ അവിടെ ചെന്ന് നമുക്ക് യുദ്ധം ചെയ്യണമെന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സഹാബാക്കളോട് ഒരുങ്ങാൻ പറഞ്ഞു പോകാൻ. സുബ്ഹാനല്ലാഹ്, സഹാബാക്കൾ ഒരുങ്ങുന്നതിന്റെ വേളയിലാണ് രണ്ടാമതായ ഒരു ലെറ്റർ മുറഹിബ് രാജാവ് മദീനയിലേക്ക് പറഞ്ഞേക്കുന്നത്. കൊണ്ട് കൊടുപ്പാനായി യവരാമെണ്ടുരേ
വലത് നൽ മദീനയിൽ മുഹമ്മദിൻ്റെ ഭയത്തവൻ പുറത്തപ്പോൾ അബൂതർമദുരകെ പടാബലുള്ളാഹലായ ഉദകിടം നമിക്കേ പോയന്മായ യാഹാറുള്ള ഉളുതെന്നും എനിക്ക് ഉണർവില്ലെണ്ടുരത്തപ്പോൾ മഹിബാന രസിക്കേ തിരുദൂതൻ നബിയുള്ള ഇതൈ ഭാഷ പതിത്തേ തിരുടനാമുറഹീബൻ നരശവൻ കുറിത്തേ കൊണ്ട് കൊടുപ്പാന എവരാമെണ്ടുരത്തേ പലത് നൽ മദീനത്തിൽ മുഹമ്മദിടത്തേ. അള്ളാഹു റസൂലിന്റെ സഹാബാക്കളെല്ലാം ഹൈബർ എന്ന് പറയുന്ന നാട്ടിലേക്ക് ഒരുങ്ങാൻ പോവുകയാണ്. പോകാൻ യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങാൻ തയ്യാറായി നിൽക്കുമ്പോഴാണ് രണ്ടാമതായ ഒരു ലെറ്റർ ആ ഹൈബർ എന്ന് പറയുന്ന നാട് ഭരിക്കുന്ന മുറഹിബ് രാജാവ് കൊടുത്തയക്കുന്നത്. വലത് നൽ മദീനയിൽ മുഹമ്മദിൻ്റെ ഭയത്തവനുരത്തപ്പോൾ അബൂതർമദുരകെ. അതിൽ മുറഹിബ് രാജാവ് എഴുതിയൊരു മറുപടിയുണ്ട്. മുഹമ്മദേ 40 ദിവസം നിന്നോട് ഞാൻ സാവകാശം ചോദിച്ചത് എനിക്ക് ആയുധങ്ങൾ ശേഖരിക്കാൻ വേണ്ടിയിട്ടാണ്. ലാത്തയാണ്, ഹുബുലല്ലായ മനാത്ത ദേവതകളാണ് സത്യം. ഞാൻ പ്രസവിച്ചു വളർന്ന എന്റെ നാട് 100,000-ഓളം വരുന്ന പട്ടാളക്കാരെ ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് 4 മന്ത്രിമാരുണ്ട്. എല്ലാവിധ അടവുകളും ചുവടുകളും പയറ്റി തെളിച്ച 4 മന്ത്രിമാരെ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട് മുഹമ്മദേ. അതുകൊണ്ട് താമസം വിനാ ഞാനും എന്റെ പട്ടാളക്കാരും മദീനയിലേക്ക് വന്നിട്ട് എന്നോട് യുദ്ധം ചെയ്യുമെന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ. ഇത് നേരത്തെ അല്ലാഹു റസൂൽ മനസ്സിലാക്കിയിട്ടുണ്ട്. അബൂസലമയുടെ കയ്യിൽ മറുപടി ലെറ്റർ കൊടുത്തപ്പോഴേ അല്ലാഹു റസൂൽ പറഞ്ഞിട്ടുണ്ട്, സഹാബ ഒരിക്കലും അവനവന്റെ നാട് വിട്ടുകൊണ്ട് പോകൂല. 40 അല്ല 400 ദിവസം കൊടുത്താലും മുറഹിബും പട്ടാളക്കാരും ഖൈബർ വിട്ടുകൊണ്ട് പോകൂല. അവന് യുദ്ധങ്ങള് ചെയ്യാൻ വേണ്ടി ആയുധങ്ങൾ ശേഖരിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു ലെറ്റർ മുറഹിബ് രാജാവ് എഴുതി, ഞാൻ എന്റെ നാട് വിട്ടുകൊണ്ട് പോകൂല, താമസം വേന ഞാൻ ആ മദീനയിലേക്ക് വന്നിട്ട് ആ മദീന ഫുള്ള് തച്ച് തകർക്കുമെന്ന് അല്ലാഹു റസൂൽ മറുപടി ലെറ്റർ മുറഹിബ് രാജാവ് എഴുതി. ആ ലെറ്ററും ഇതുപോലെ പൊക്കിയിട്ട് ചോദിച്ചു, കൂട്ടരെ ആർക്കാണ് മദീനയിലേക്ക് ചെന്നിട്ട് മുഹമ്മദിന്റെ കയ്യിൽ ഈ ലെറ്റർ കൊടുക്കാൻ കഴിയുക? ഒറ്റ കുട്ടി എഴുന്നേറ്റില്ല. കാരണം ഒരാൾ പോയിട്ട് ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. ആരാ പോയിട്ട് തിരിച്ചു വരാത്തത്? ഹജ്ജാജ് പോയിട്ട് ഇന്നേ വരെ തിരിച്ചു വന്നിട്ടില്ല. അപ്പൊ പോയാ എന്താ സംഭവിക്കാന്ന് ഇവർക്ക് ഭയണ്ട്. ഒരൊറ്റ കുട്ടി പോലും അതിന് തയ്യാറായില്ല. എന്തേവന്റെ സ്വഭാവം അങ്ങോട്ട് മാറി. അതുവരെ നല്ല രൂപത്തിൽ പറഞ്ഞ മുറഹിബ് രാജാവ് പച്ച തെറിയങ്ങോട്ട് പറയാൻ തുടങ്ങി. എന്റെ ഭക്ഷണം കഴിച്ച് എന്റെ വെള്ളം കുടിച്ച് എന്റെ കൊട്ടാരത്തിൽ താമസിച്ച് നന്ദിയുള്ള ഒരാളും എന്റെ കൂട്ടത്തിലില്ലേ? പൂരിപ്പിക്കാൻ തുടങ്ങി. സുബ്ഹാനല്ലാഹ്, ഇത് കേട്ട് സഹിക്ക വയ്യാതെ ഒക്കെ അങ്ങനെ ചെവി കൊത്താൻ തുടങ്ങി. തെറി കേട്ടപ്പോൾ അബൂതർമദ് എന്ന് പറയുന്ന കൂട്ടത്തിൽ അല്പം ധൈര്യമുള്ള ഒരാളുണ്ട്. നല്ല പട്ടാളക്കാരനാണ്, നല്ല ആരോഗ്യവാൻ. ഈ അബൂതർമദ് ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു, നമുക്ക് വയത്തപ്പോളുരന്തവർ അബൂതർമദുരകെ. രാജാവേ, ഇനി ആ തെറി കേൾക്കാനുള്ള ശക്തി എന്റെ ചെവിക്കില്ല, ഞാൻ പോയിക്കൊണ്ടേറുന്നു. ആ ലെറ്റർ ഞാൻ മദീനയിൽ കൊണ്ടുപോയി കൊടുക്കാം. തിരിച്ചു വരുന്ന ഒരു പ്രതീക്ഷ അബൂതർമദിനില്ല. ഏതായാലും ജീവൻ പോയാലും വേണ്ടില്ല, തെറി കേൾക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് അബൂതർമദ് മുറഹിബിന്റെ കയ്യിൽ നിന്ന് ആ ലെറ്റർ അങ്ങോട്ട് വാങ്ങിയെന്ന് മാത്രമല്ല, ഉയർന്നവരുടെ കയമെല്ലി കൊടുത്തയമിൽ നടന്നവൻ മദീനത്തിൽ തുരങ്കപുരമലയാർക്ക് ചുടർ നബി ഇരിക്കും മസ്ജിദ കണുവത്തെ വെയിലും തിരുബദർമയങ്ങു തിരുമുഖം ഇയലും കാനിന്തവൻ ഹളുറത്തിൽ വയത്തും ഉടൽ കിടുത്തും തിണ്ടടു കാറ്റൽ മശത്താൽ. മുറഹിബിന്റെ കയ്യിൽ നിന്ന് ആ ലെറ്റർ വാങ്ങിയിട്ട് ലാത്ത ഹുബുലുള്ള മനാത്ത ദേവതകൾ വിളിച്ചുകൊണ്ട് തന്റെ കുതിരപ്പുറത്തേക്ക് അങ്ങോട്ട് ചാടി കയറിയിട്ട്
മദീനയുടെ പരിസരത്തേക്ക് ചെല്ലുകയാണ്. എന്നാൽ എന്റെ മുഅ്മിനീങ്ങളെ, അബൂ തർമദ മദീനയുടെ പരിസരത്തേക്ക് എത്തിയെന്ന് മാത്രമല്ല, കുതിരപ്പുറത്ത് നിന്ന് താഴെ ഇറങ്ങിയിട്ട് ഈ ലെറ്റർ മറച്ചു പിടിച്ചുകൊണ്ട് ആ മദീന പള്ളിയുടെ പരിസരത്തിലൂടെ ഇങ്ങനെ നടക്കുക. ഇത് മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്. കുട്ടികൾ മാത്രമേ തർബീയത്തിലുള്ളൂ. മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു കണ്ടു. അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, നബിയെ, കാണാത്ത ഒരു അപരിചിതനായ മനുഷ്യൻ കുറേ നേരമായിട്ട് ഇങ്ങനെ ചുറ്റിക്കറങ്ങുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ അബൂ തർമദിനെ തന്റെ സമീപത്തേക്ക് വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അബൂ തർമദ് ഇങ്ങനെ കിട്ടുകിട്ടാ വറക്കണം. കാരണം അവിടുന്ന് പച്ചത്തരി കേട്ടിട്ടാ മൂപ്പര് പോകുന്നത്, ധൈര്യം കൊണ്ട് പോകുന്നതല്ല. ഈ മദീനയുടെ പരിസരത്ത് കിട്ടുകിട്ടാ അങ്ങനെ അബൂ തർമദ് വിറക്കുമ്പോ അബൂബക്കർ തങ്ങൾ ചെന്നിട്ട് പറഞ്ഞു, എന്തിനാ പോകുന്നത്? ഇവർക്ക് പറയാൻ പറ്റുന്നില്ല, വേറെ കൂടിയിട്ട് പറയാൻ കഴിയണില്ല. അവസാനം പറഞ്ഞു, ഞാൻ വരുന്നത് ഖൈബർ എന്ന് പറയുന്ന നാട്ടിൽ നിന്നാണ്. എന്റെ രാജാവ് ഒരു ലെറ്റർ നിങ്ങളുടെ നേതാവിന് തന്നയച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. അബൂ തർമദിനെയും കൂട്ടുപിടിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് വന്നപ്പോഴോ നബിയുണ്ട് ഇടമാ അടിക്കാതെ പറോട്ടും ഭയക്കണ്ട മനമാ ുകള് മുഖം കണ്ട് ഇരുത്തിൻ്റെ തനുമാ ഉടക്കിതാലിനി തോക്കിലെ ചെല്ലാൻ പിതമാ. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് അബൂബക്കർ അങ്ങനെ കൊണ്ടുവന്നു എന്ന് മാത്രമല്ല, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അബൂ തർമദേ, എന്തിനാ ഭയപ്പെടുന്നത്? ഇവിടെ ഒരു ഒറ്റ കുട്ടി ചെയ്യൂല, നീ എന്തിനു വേണ്ടിയിട്ടാണ് ഖൈബറിൽ നിന്ന് വന്നത്? അബൂ തർമദ് ഉള്ള കാര്യമൊക്കെ പറഞ്ഞു കൊടുത്തു. നബിയെ, ഞാൻ വന്നത് ഒരു ലെറ്റർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് രാജാവ് കൊടുത്തയച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. എന്താണ് ആ ലെറ്റർ വായിക്കുമ്പോഴുള്ള അവസ്ഥ? നമ്മുടെ പ്രവർത്തകർ അൽഹംദുലില്ലാഹ് ഇൻകളക്ഷനുമായി ഇന്നും നിങ്ങളുടെ സമീപത്തിലൂടെ വരുന്നുണ്ട്. ഇന്നലെ ഏകദേശം 10,000 പിരിഞ്ഞോ? നാസർക്ക 50,000 ഉണ്ടായോ ഉണ്ടാവുന്നല്ലേ? ഒരു മടിയും കൂടെ നിങ്ങളൊക്കെ സഹകരിക്കുക. ആ സഹോദരിമാരുടെ ഭാഗത്ത് എല്ലാവരും ഉള്ളതിൽ നിന്ന് ഉള്ളതുപോലെ കൊടുത്ത് നമ്മുടെ പരിപാടിയോട് സഹകരിക്കാൻ നമ്മൾ ചെയ്തവർക്ക് വരുന്നുണ്ടല്ലോ, ഒരു കവറും നിങ്ങളുടെ സമീപത്തെ ഏൽപ്പിക്കുന്നുണ്ട്. അള്ളാഹു ആ കവർ കാരണമായി കബറിൽ നിന്ന് അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. ആമീൻ പറയും. അള്ളാഹു ആ കബർ കാരണമായി കബറിൽ നിന്ന് അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തട്ടെ. ചിതലും പുഴുക്കള് താവളം പെരുത്തുള്ളതിൽ ചെല്ലുന്നതും സന്തോഷമാണവർക്കുള്ളതിൽ. പൊൻവർണ്ണ കോമള മൃദുലമായ ശരീരമേ സമരത്തിലാണ് പരസ്പരം തിന്നുന്നതിൽ. എന്റെയും നിങ്ങളുടെയും ശരീരം ആ കബറിലേക്ക് കൊണ്ടുപോയി വെച്ചാൽ അവിടെ വരുന്നത് ചിതലും പുഴുക്കള് തവളവണ പെരുത്തുണ്ടതിൽ ചെല്ലുന്നതും സന്തോഷമാണവർക്കുള്ളതിൽ. കഴിഞ്ഞ വർഷം പറഞ്ഞു എന്റെ ഒരു ഓർമ്മ, മേപ്പറമ്പ് ചരിത്രം പറഞ്ഞു. ഒരു ഉമ്മയുടെ അത്ഭുതം കണ്ടത് മേപ്പറമ്പ് എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട് പാലക്കാട് ജില്ലയില്. അല്ലാഹുവേ, നമ്മളൊക്കെ കൊതിച്ചു പോകൂലേ അങ്ങനെയുള്ള മരണങ്ങള്? പള്ളി വിപുലീകരിക്കാൻ വേണ്ടിയിട്ട് ഖബർസ്ഥാന് മാന്തുന്ന സമയത്ത്, മാന്തിയിട്ട് അവരിങ്ങനെ ഫൗണ്ടേഷൻ കീറുന്ന സമയത്ത് ഒരു പഴയ ഖബർ അവർ കണ്ടു. എൻ്റെ ഉസ്താദ് ഗേവിമുട്ടി ഉസ്താദ് ജോലി ചെയ്ത സ്ഥലമാണ് മദ്രസ. അവിടെ നടന്നൊരു സംഭവം. അങ്ങനെ കബറ് മാന്തിയിട്ട് പല കബർ മാന്തിയിട്ട് ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ അവർ കൂട്ടിവെച്ച് JCB കൊണ്ട് ഇങ്ങനെ മാന്തുന്ന സമയത്ത് സുബ്ഹാനല്ലാഹ്, വർഷങ്ങൾക്ക് മുമ്പേ മരണപ്പെട്ടു പോയ ഒരു ഉമ്മയുടെ കബർ അവർ കാണുകയാണ്. എന്റെ മുഅ്മിനീങ്ങളെ, ഏകദേശം 30-40 വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ട ഒരു ഉമ്മയുടെ ജനാസ ഒരു പോറലുമേൽക്കാതെ ആ കഫം പുടവക്ക് പോലും ഒരു കേട് പറ്റാത്ത രൂപത്തില് അവര് കണ്ടപ്പോ അൽഹംദുലില്ലാഹ് ആ ഉമ്മയെ കുറിച്ച് അവർ അന്വേഷിച്ചപ്പോ ഏതാണ് ആ ഉമ്മ എന്നറിയോ? അന്ന് ഇത്രത്തോളം സൗകര്യങ്ങളില്ലാത്ത സമയത്ത് ഹൗദിലേക്ക് കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് കിണറിൽ നിന്ന് വെള്ളം കോരിയിട്ട് ആളുകൾക്ക് വുളൂ ചെയ്യാൻ കൊണ്ടുവന്നു കൊടുത്തു
കൊടുത്തിരുന്ന ഉമ്മയാ. ഏതെങ്കിലും ഒരു കുടുംബത്തിൽ ഒരു സഹോദരി മരണപ്പെട്ടാൽ ആ കുടുംബത്തിലേക്ക് കടന്നു ചെന്നിട്ട് ആ മയ്യത്തിനെ കൃത്യമായി കിടത്തിയിട്ട് ആ മയ്യത്തിനെ കുളിപ്പിക്കാൻ നേതൃത്വം കൊടുത്തിരുന്ന ഉമ്മയാ. പള്ളിയുടെ കോമ്പൗണ്ട് വൃത്തിയാക്കി, പള്ളിയുടെ മുറ്റമെല്ലാം ക്ലീനാക്കി, എപ്പോഴും പള്ളിയോടൊരു ബന്ധം സ്ഥാപിച്ചിരുന്ന ഉമ്മയുടെ ജനാസയാണെന്ന് അവിടുത്തെ പ്രവർത്തകര് പറഞ്ഞപ്പോ നമ്മളും ആഗ്രഹിച്ചു പോകൂലേ അങ്ങനെയുള്ള മരണങ്ങള്. ആരെങ്കിലും എന്റെ ഭവനത്തിന് ആത്മാർത്ഥമായിട്ട് ഒരു സംഭാവന കൊടുത്താൽ നാളെ പാരാവാരം പോലെ പരന്നു കിടക്കുന്ന സുലോക സ്വർഗത്തില് നാളെ സുലോക സ്വർഗത്തിലെ ഒരു മണിമന്ദിരം അല്ലാഹു അവർക്ക് പണിത് കൊടുക്കുമെന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ. അല്ലാഹു അതുപോലെയുള്ള മരണം അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ പറയും. പുഞ്ചിരിച്ച് മരിക്കാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. പുഞ്ചിരിച്ച് മരിക്കാൻ അല്ലാഹു റസൂൽ പറഞ്ഞു കൊടുത്തൊരു മാർഗം ഹഫ്ളുൽ ലിസാൻ, നാവിനെ സൂക്ഷിക്കുക, എപ്പോഴും ദിക്ർ ചൊല്ലുക, എപ്പോഴും സലാത്ത് ചൊല്ലുക, മറ്റുള്ളവരെ കുറ്റം പറയാതിരിക്കുക. ഈ പരിപാടി കഴിഞ്ഞിട്ട് വിട്ടു പോയിട്ട് ഇങ്ങനെ പരസ്പരം പറയും എന്ത് പരിപാടി, മൂപ്പര് പറയാ വന്നിട്ട് ഒരു ഷാളൊക്കെ ഇട്ടിട്ട് കറുത്ത തൊപ്പിയിട്ടിട്ട് എന്തൊക്കെയേ പറഞ്ഞു പോയി. അതാണ് എന്റെ കുറ്റം പറഞ്ഞത്. അതെനിക്ക് പൊരുത്തല്ല, അതെനിക്ക് പൊരുത്തല്ല. ഇന്നലെ എന്റെ കുറ്റം പറഞ്ഞവരൊന്ന് കൈപൊക്കിക്കാണി, പൊരുത്തപ്പെട്ടു തരാനാണ് കൈപൊക്കിക്കാണി. ആരും പറഞ്ഞിട്ടില്ല. ഇൻഷാ അല്ലാഹ് അല്ലാഹു ഇതുപോലെ പുഞ്ചിരിച്ച് നാളെ സ്വലോർ സുഹൃത്തിലേക്ക് പോകാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ പറയും. മനസ്സന്മാരെ അല്ലാഹു നമ്മെ സ്വീകരിക്കുമാറാകട്ടെ. നിർത്തല്ലേ ആണോ? എത്ര മണി വരെ പറയണോ? നിങ്ങൾക്ക് നാളെ ഒരു മണിയില്ല, 12 പറയണത്. ഇൻഷാ അല്ലാഹ് ലേലം ചെയ്യാനുള്ള സാധനങ്ങൾ കൊണ്ടുവന്ന് ചോദിട്ടെ. ഞാൻ ഇടയ്ക്കൊരു ലേലം ചെയ്യാൻ നിർത്തും ഇൻഷാ അല്ലാഹ്. നല്ലൊരു ഭാഗത്തേക്ക് എത്തിച്ച് കവർ കൊടുക്കണില്ലേ? ഇൻഷാ അല്ലാഹ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അബൂ തർമദിനോട് പറയാണ്, അബൂ തർമദേ, ഭയപ്പെടാതെ ബേജാറാവാതെ നീ വന്ന കാര്യം എന്നോട് പറയുക. മുശിക്കുങ്കള് മുഖം കണ്ട് ഇരുത്തിന്റെ തനുമാ മുടക്കിതാലെനി ത്വാഗത് ഇലൈ ചൊല്ലാൻ വിധമാ. അതിലും മുറഹിബ് രാജാവ് എഴുതിയത്, മുഹമ്മദേ, ഞാൻ ജനിച്ചു വളർന്ന എന്റെ നാട് വിട്ടുകൊണ്ട് 1,00,000-ഓളം വരുന്ന പട്ടാളക്കാരന്റെ കയ്യിലുണ്ട്, ഇഷ്ടംപോലെ ആയുധങ്ങളുണ്ട്. ഈ ഭാര്യമാരെയും മക്കളെയൊക്കെ താങ്ങി പിടിച്ചിട്ട് ഞങ്ങൾ എങ്ങിട്ടാൻ പോകില്ല. ദേവതകളാണ് സത്യം. താമസം ആ മദീനയിൽ വന്നുകൊണ്ട് ഞങ്ങൾ യുദ്ധം ചെയ്യുമെന്ന് മുറഹിബ് രാജാവ് പറഞ്ഞപ്പോ സുബ്ഹാനല്ലാഹ്, പുലിവായി തുതങ്ങൾ നജിയുള്ള തരിതേ പുകളുറ്റ സഹബാരി മുശാവറ ഉരത്തേ. ഈ ലെറ്റർ അങ്ങോട്ട് വായിച്ചിട്ട് 100 കണക്കിന് വരുന്ന സഹാബാക്കൾ ആ കൂട്ടത്തിലുണ്ട്. അവരോട് അല്ലാഹു റസൂൽ പറയുന്നുണ്ട്, സഹാബാ, നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഓരോ സമയം കഴിയുന്തോറും അത് അപകടത്തിലേക്ക് പോകും. ഏതൊരു സെക്കൻഡിലും മുറഹിബിന്റെ ആക്രമണം നമ്മൾ പ്രവേശിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് മുറഹിബും പട്ടാളക്കാരും ഇങ്ങോട്ട് വരുന്നതിന് മുന്നേയായി ആ ഖൈബർ എന്ന് പറയുന്ന നാട്ടിൽ ചെന്നുകൊണ്ട് നമുക്ക് യുദ്ധം ചെയ്യണമെന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ. ആരൊക്കെയാണ് അതിന് തയ്യാറുള്ളത്? മുറഹിബ് രാജാവിന്റെ ആ ഭരണപ്രദേശത്ത് ചെന്ന് അവനോട് ഏറ്റുമുട്ടാൻ, യുദ്ധം ചെയ്യാൻ ആരൊക്കെയാണ് കൂട്ടത്തിലുള്ളത്? ഇല്ല, ഇപ്പോൾ മുറഹിബൻ ദരശവൻ വിടുത്തി, ഇതിൽ മുഹാജിറും അൻസാർ ഉമദുണ്ട് നിരത്തി. നമ്മുടെ നാട്ടിലാണ് ഒരു പ്രശ്നം വന്നാൽ നമ്മൾ എന്താ ചെയ്യാൻ? ഒരു നേതാവിനോട് ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞ ആ നേതാവ് ആദ്യം മുന്നിൽ കണ്ട് എടുത്തു ചാടൂല്ലേ? പക്ഷെ അല്ലാഹു റസൂൽ സഹാബാക്കളോട് മുശാവറ ചെയ്തു. മഹാനായ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, നബിയേ, നിങ്ങൾ എന്തിനു വേണ്ടി തയ്യാറായാലും നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ട് നബിയേ.
ഓരോ സഹാബാക്കളും പറഞ്ഞു ഞാനുണ്ട് നബിയെ, ഞാനുണ്ട് നബിയെ. ഉമർ തങ്ങൾ പറഞ്ഞു ഞാനുണ്ട് നബിയെ. ഓരോ സഹാബാക്കളും ആവേശത്തോടെ അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ഖൈബർ എന്ന് പറയുന്ന നാട്ടിലേക്ക് യുദ്ധം ചെയ്യാൻ അതാ അവര് തയ്യാറായി എന്ന് മാത്രമല്ല ദുരരാം നബി ഉടനെ സഹബരിൽ അരുൾ നീർ അടവയും ചരണമിൽ ചൊട്ട് തുകയാം ഈകൾ കരുവികൾ വഹിത്തുന്ന നഗരുടെ പുരം തള്ളമിൽ അണയുവർ അതിനുടൻ സഹപുണർവായി അവരവർ പതികളിൽ പുകിന്തിടലായി അരണമെ വിതന്നലം തണതിടലായി അവകളെ ചൊല്ലുവാൻ ശരാശണം സിംഹമോട് സലഹ പലതരമായി തിരുമദിനത്തിൽ മുനവർ പുറത്തരികൾ ഒരുമയിൽ ജാതും നബിയുടെ അബൂബക്കർ ഉമർ അലി ഉസ്മാനരാം കടുവരെ സമം സഹബികൾ പലരാം ഒരുക്കിനെ കമം സഹബുടെ ചുടരാം ഹബീബുള്ള പുലിവാൻ തിരുമിഴിയിലെ കനിവതൻ ഫർഹുളമിലേക്ക് സുരാ ദുരരാം നബി ഉടനവ് സഹബരിൽ അരുണി അടവയും ചരണമിൽ ചെണ്ട് തുകയാം ഈകൾ കരുവികൾ വഹിത്തിന്റെ നഗരുടെ പുറം തടമിൽ അണയുവൻ അതിനുടൻ സഹപുണർവാൻ അവരവർ പതികളിൽ പുകിന്തിടലാൻ അരണമെ ഭീതം നടന്നിടലാൻ അവകളെ സഹസാൻ ക്ഷേണാസനം സിംഹമോട് ശരഹയിൽ പലതരമാ അല്ലാഹുവിന്റെ റസൂൽ സഹാബാക്കളോട് മുശാവറ ചെയ്തു എന്ന് മാത്രമല്ല ഇസ്ലാമിലെ 4 ഖലീഫമാരും ഒരേ സ്വരത്തിൽ പറഞ്ഞു നബിയേ ഞങ്ങൾ തയ്യാറാണ്. സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, ഉമർ തങ്ങൾ ഏറ്റു പറഞ്ഞു, ഉസ്മാൻ തങ്ങൾ കൂടെ കൂടി അലിയാർ തങ്ങൾ ആവേശത്തോടെ തുള്ളിച്ചാടി. അതാ 4 സഹാബാക്കൾ എഴുന്നേറ്റപ്പോ 1000ഓളം വരുന്ന സഹാബാക്കൾ പറഞ്ഞു നബിയേ ഞങ്ങളുണ്ട് തയ്യാറായിട്ട്. ഏകദേശം 1000ഓളം വരുന്ന സഹാബാക്കളുമായിട്ട് അല്ലാഹുവിന്റെ റസൂലും സഹാബാക്കളും അതാ മദീന വിട്ടുകൊണ്ട് ഖൈബറിലേക്ക് പോകാൻ നിൽക്കുകയാണ്. ഈ ഒരു ട്യൂൺ മഹാനായ മാപ്പിള സാമ്രാട്ട് മൂയിൻകുട്ടി വൈദ്യർ ബദർ എന്ന് പറയുന്ന സ്ഥലത്ത് അബൂജഹലിന്റെ പുറപ്പാടിന് സമീപത്ത് ഇതേ ട്യൂൺ പ്രയോഗിച്ചിട്ടുണ്ട്. നമ്മുടെ നാവിലൂടെ കേട്ടവനാണ്, നമ്മുടെ കാതിലൂടെ കേട്ടവനാണ്. മികമികവായ പട്ടുകളാൽ ഉളമേൽമ ചട്ടകളും അരിനാദ ചുട്ടികളും പല പണി പൊതുവായി ഏടൂത്തൊരു ഹാത്തമ്പി പതിത്തിടലായി. അബൂജഹലിന്റെ പുറപ്പാട് മഹാനായ മാപ്പിള സാമ്രാട്ട് വിവരിക്കുകയാണ്. വായ പട്ടുകളാൽ ഉള്ള മേൽമ ചട്ടുകളും അരിനാദ ചുട്ടികളും പല പണി പൊതുവായി എടുത്തൊരു ഹാത്തം വിരൽക്ക് പതിത്തിടലായി. അഹങ്കാരിയായ തമ്മാടിയായ നീചനായ മുറഹിബ് രാജാവ് ചട്ടകൾ ധരിച്ചു, പടയങ്കി ധരിച്ചു, തലപ്പാവ് ധരിച്ചിട്ട് അവസാനം വില പിടിപ്പുള്ള ഒരു വജ്രമുതിരം എന്തിനു വേണ്ടിയിട്ടാണ്? വായ പട്ടുകളാൽ പൊതുവായി എടുത്തൊരു ഹാത്തം വിരൽക്ക് പതിത്തിടലായി. മറ്റുള്ളവരെ കാണാൻ വേണ്ടിയിട്ട് അഹങ്കാരിയായ അബൂജഹൽ തന്റെ വിരലിലേക്ക് ഒരു മോതിരവും അണിഞ്ഞു. എന്നിട്ട് അവൻ ചെല്ലുന്നത് എവിടേക്കാണ് അവൻ പോകുന്നത്? കഅബയുടെ ഹില്ലയിലേക്ക് അബൂജഹൽ ഇങ്ങനെ കൈവച്ചിട്ട് പ്രാർത്ഥിച്ചു അത്രേ, ഇറയോനേ ഹാദൽ ബൈതുടെ നയനെ ഹക്കോട് ബാത്തിൽ രണ്ട് ഇടയി തീരി തരുളട് ഇന്ദ ദിനം തനിലേ. ഇറയോനേ പടച്ചോനെ എന്ന് അവൻ ഉള്ളുകൊണ്ട് വിശ്വസിക്കുന്നുണ്ട്. സത്യത്തിൽ അബൂജഹൽ കുടുങ്ങിപ്പോയതാണ്. ഈ കഅബയുടെ ഹില്ല പിടിച്ചിട്ട് അബൂജഹൽ പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയുണ്ട്. ഇറയോനെ പടച്ചോനെ, ഈ കഅബയുടെ നായകനെ, സത്യവും അസത്യവും തമ്മിൽ ഏറ്റുമുട്ടാൻ പോവുകയാണ്, ധർമ്മവും അധർമ്മവും തമ്മിൽ പോരാടാൻ പോവുകയാണ്. അതുകൊണ്ട് ഇടയിൽ തീരീത്ത് ഖലാസിയ താക്കിട് നീ പരനേ, സത്യത്തെ നീ വിജയിപ്പിക്കണേ എന്ന് കഅബയുടെ ഹില്ല പിടിച്ചുകൊണ്ട് അബൂജഹൽ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതാണ് സത്യം വിജയിച്ചത്. സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ, സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ. അപ്പൊ അവന്റെ അഹങ്കാരമാണ്
അവന് അള്ളാന്റെ റസൂൽ പ്രവാചകനാണ് എന്ന് ഉൾക്കൊള്ളാൻ പറ്റാത്തത്. അഹങ്കാരികളെ എന്നും അള്ളാഹു തച്ച് തകർത്തിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ വർഷം ചരിത്രം പറഞ്ഞില്ലേ അല്ലേ? എന്തുണ്ടായത് അവസാനം? എന്തേ അവസാനം ഉണ്ടായത്? 10,000 വരുന്ന ഇസ്രായേൽപ്പെട്ട കുഞ്ഞു കുരുന്നുങ്ങളെ ജീവനോടുകൂടി കുഴിച്ചു മൂടിയ ഫറോവയ്ക്ക് അവസാനം അള്ളാഹു കൊടുത്തത് ഇന്നും നമുക്ക് കാണാം. ഈജിപ്ഷ്യൻ മ്യൂസിയത്തില് അവന്റെ ജഡം ഇങ്ങനെ കിടക്കുന്നുണ്ട്. അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, ഖിയാമത്ത് നാൾ വരെ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമായിട്ട് എന്റെ ശരീരം ഞാൻ ഇവിടെ കിടത്തും ഫറോവ എന്ന് വിശുദ്ധ ഖുർആൻ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അഹങ്കാരികൾ എന്നും അള്ളാഹു വായിച്ചിട്ട് അബൂജഹൽ ചത്തൊടുങ്ങിയത് അങ്ങനെയാണല്ലോ, ഫറോവ ചത്തൊടുങ്ങിയത് അങ്ങനെയാണ്, നമ്രൂദ് ചത്തൊടുങ്ങിയത് അങ്ങനെയാണ്. അള്ളാഹു അഹങ്കാരത്തെ തൊട്ട് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. നമ്മൾക്കുണ്ട് അഹങ്കാരം. എന്റെ അഹങ്കാരം എന്റെ അപ്പുറത്ത് വേറെ ആരുമില്ല അല്ലേ? എന്റെ അപ്പുറത്ത് വേറെ ആരുമില്ല. എന്റെ സമ്പത്തിന് അപ്പുറത്തൊരു സമ്പത്ത് ആർക്കുമില്ല. എന്റെ വാഹനത്തിന് അപ്പുറത്തൊരു വാഹനം ആർക്കുമില്ല എന്ന് തോന്നിയ അത് അഹങ്കാരാണ്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. നമ്മുടെ സഹോദരിമാരെ സ്വകാര്യ അഹങ്കാരം എന്താ? ഒരാഭരണം കിട്ടിയ അതാണ് അവരുടെ അഹങ്കാരം. ഇത് മറ്റുള്ളവർ കാണാൻ വേണ്ടിയിട്ട് ഒരു ആഭരണം ഒരാൾ ധരിച്ചാൽ അള്ളാഹുവിന്റെ പൊരുത്തം അവർക്ക് പെടില്ലെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. ഫാത്തിമയുടെ ആഭരണം കുറച്ച് കണ്ടപ്പോഴാണ് അല്ലാഹു റസൂൽ പറഞ്ഞത്, ഫാത്തിമ ഒന്നല്ലെങ്കിൽ ഒന്ന് ശരീരത്തിന് ഉള്ളിലേക്ക് ഇടുക, അല്ലെങ്കിൽ അത് നിന്റെ പള്ളിക്ക് വേണ്ടി കൊടുക്കുക. മുഹമ്മദ് മുസ്തഫ. അങ്ങനെ അഹങ്കാരത്തോടുകൂടി ഏതെങ്കിലും ഒരു സഹോദരി ആഭരണം അണിഞ്ഞാൽ അള്ളാന്റെ പൊരുത്തം അവർക്ക് കിട്ടില്ലെന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ. എന്നാ പിന്നെ ഒരു ബക്കറ്റ് കൊണ്ട് പോയിക്കോളൂ. നമ്മുടെ പള്ളിക്കൂട് ഇന്റർലോക്ക് ഇടാൻ വേണ്ടിയിട്ട് ആ ഉസ്താദ് പറഞ്ഞ സത്യമാണ്. എനിക്ക് കുറെ ഉണ്ട്, ഞാൻ കുറെ തൂക്കിയിട്ട് നടന്നിട്ട് കാര്യമില്ലല്ലോ. എന്നാ ഇന്റർലോക്ക് ധരിക്കാൻ വേണ്ടിയിട്ട്, ഇന്റർലോക്ക് ഇടാൻ വേണ്ടിയിട്ട് എന്റെ കയ്യത്തെ മുതൽ ഞാൻ അങ്ങോട്ട് കൊടുക്കട്ടെ. അതും പറ്റും. ഒക്കെ മറച്ചു വെക്കുക. പഠിച്ചോനെ എന്നിട്ട് ആരെങ്കിലും കണ്ട കൊണ്ടുപോകുക. റബ്ബേ റബ്ബുൽ പാമ്പേ എന്ന് പറഞ്ഞിട്ട് ഒക്കെ മറച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഫാത്തിമയുടെ കൂടെ, ഖദീജയുടെ കൂടെ, ആയിഷയുടെ കൂടെ, ഖദീജത്തുൽ മിസ്രിയുടെ കൂടെ സുഖലോക സ്വർഗ്ഗത്തിലേക്ക് പോകാൻ നമ്മുടെ പൊന്നു പെങ്ങന്മാർക്ക് അല്ലാഹു തൗഫീഖ് കൊടുക്കട്ടെ. തൗഫീഖ് കൊടുക്കട്ടെ. ഇവിടെ സിദ്ദീഖ് തങ്ങളും ഉമർ തങ്ങളും ഉസ്മാൻ തങ്ങളും അലിയാർ തങ്ങളും ഒരേ സ്വരത്തിൽ പറഞ്ഞു, നബിയെ നമുക്ക് പോകാം. അങ്ങനെ എൻ്റെ മുഅ്മിനീങ്ങളെ, തിരുമദീനത്തുൽ മുനവ്വറത്തുടെ പുരത്തരികകൾ ഒരുമയിൽ ജാവോ ഫുസഹാകൾ കബ്സഹ് നബിയുടെ ഖുലഫഉൽ അർബഅ. അള്ളാഹുവിന്റെ റസൂലിന്റെ തൊട്ടു പുറകിൽ 4 ഖലീഫമാർ അണിനിരന്നു. അവരുടെ പുറകിൽ 1000-ഓളം വരുന്ന സഹാബാക്കളും നിരന്നിരന്നിട്ട് എന്റെ മുഅ്മിനീങ്ങളെ, വിശാലമായ പടുകൂറ്റ 10 കോട്ടകൊത്തളങ്ങളുള്ള മുറഹിബ് രാജാവിനോട് ഏറ്റുമുട്ടാൻ തുച്ഛമായ ആയുധങ്ങളുമായി, തുച്ഛമായ കുന്തങ്ങളുമായി, തുച്ഛമായ ഒട്ടകങ്ങളുമായി, തുച്ഛമായ കുതിരകളുമായി അള്ളാഹുവിന്റെ റസൂലും സഹാബാക്കളും പോകുന്ന ഭാഗത്ത് നമ്മുടെ ലേലം ഇനി നമുക്ക് 10 മിനിറ്റ് ലേലം ചെയ്ത് നമ്മുടെ ചരിത്രത്തിലേക്ക് വരാം. ആരും പോകരുത്. 10 മിനിറ്റ് കൂടുതലൊന്നുമില്ല അല്ലേ? കുറച്ച് സാധനങ്ങൾ, ആകെ 4-5 സാധനങ്ങൾ. ഇനി രാജാവിന്റെ ഇതെന്താ? കൽത്തപ്പാണല്ലേ? അൽഹംദുലില്ലാ. നോക്കുകയാണെങ്കിൽ നല്ല പാക്കറ്റ്. ഒരു പാക്കറ്റ് കൽത്തപ്പം, 2 കവറും ഉണ്ട്. ഒരു കവർ കീറിയതാ. വലിയൊരു കൽത്തപ്പം, ചൂടുണ്ട് കേട്ടോ. ഇത് സ്ക്വയർ കൽത്തപ്പാണല്ലേ? സ്ക്വയർ അല്ലേ? പൊതിഞ്ഞപ്പോ സ്ക്വയർ ആയതാ. ഞാൻ കരുതി സ്ക്വയറിലുള്ള ചട്ടിയുള്ള. എത്ര? ഒരു പേര് പെട്ടെന്ന് ലേലത്തിന് വേണ്ടി സമയം കളയാൻ പാടില്ല. നല്ല കുറച്ച് ആളുകൾ എന്നോട് യൂട്യൂബിൽ ലൈവിൽ പരാതി പറഞ്ഞു, ഉസ്താദേ ലേലം ഒന്ന് കമ്മിയാക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഒന്ന് നിങ്ങൾ ആവേശത്തോടെ വിളിച്ചാൽ, ആവശ്യമുള്ളവർ ആവേശത്തോടെ വിളിച്ചോളൂ. ഇൻഷാ അല്ലാഹ് കലത്തപ്പാൽ 100 രൂപ 313 രൂപ. റളിയല്ലാഹു അൻഹുൽ ബദരി റളിയല്ലാഹു റളിയല്ലാഹു അൻ ശുഹദാഇ റളിയല്ലാഹു 313 ബദരീങ്ങളുടെ എണ്ണമാണ്. അല്ലാഹുവേ, ബദരീങ്ങൾ പോകുന്ന സുഖലോക സ്വർഗ്ഗത്തിലേക്ക് ആ സഹോദരന് അവസാനത്തെ ഒരു മെമ്പർഷിപ്പ് എങ്കിലും കൊടുക്കണേ അല്ലാഹ്. 400 രൂപ. സല്ലല്ലാഹു
മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബാരും എഴുന്നള്ളു മാതൃപമിന്ദാ തങ്ങൾ സഹാബാരും എഴുന്നള്ളു മാതൃപമിന്ദാ ഉഗമതണ്ണവൻ നടുവൊടുവാച്ചു ചന്തതിൽ തിണ്ണമെ തെളിവൊളിവായി ബന്ധതിൽ വിണ്ണുരഫുവനി അഖീഖി ബന്ദിടെ സൈറായി നാത്തരുൾ വിണ്ണും ഹുലൈഫത്തിന്റെ തലമിലെ പാർത്താനവിടം തന്നു സിന്ധു മുതിർന്നു മുളർന്നിടുവാ 400 രൂപ അല്ലാഹു സ്വീകരിക്കട്ടെ. ആമീൻ പറ. അല്ലാഹു സ്വീകരിക്കട്ടെ. 400 രൂപ ഒരു വട്ടം, 400 രൂപ രണ്ട് വട്ടം. ആരെങ്കിലും 500 പറഞ്ഞു? 500 പറഞ്ഞു. 400 രൂപ 3 വട്ടം. നോക്കാണ് നിങ്ങൾ പഠിച്ചവനെ നല്ലൊരു ബോക്സിലാക്കിയിട്ട് ഏകദേശം ഒരു 313 ഉണ്ടാവും. ഒരു ഒരു അര കിലോന്റെ മുകളിൽ ഉണ്ടാവും അല്ലേ? എണ്ണില്ല. ഒരു ബോക്സ് സേഫ് ആയിട്ട് നല്ലൊരു ഉമ്മമാര് കൊടുക്കും. എന്താ അതിന്റെ മണം നോക്കാണ് നിങ്ങൾ. തുറന്നപ്പോഴല്ലേ ഇതിന്റെ അറിയില്ല. ഒരു പാക്കറ്റ് 100 രൂപ 313 ഞാൻ തരൂലട്ടില്ലേ. കാരണം ഈ ബോക്സിന് കൊടുക്കണ ഒരു 313 രൂപ. പിന്നെ ഉണ്ണിയപ്പത്തിന്റെ വേറെ വില 313 ഒരു 501 പറഞ്ഞാണ് ഈ സദസ്സിന് ഒരു പാക്കറ്റ്. അൽഹംദുലില്ലാഹ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ചുങ്കിൽ സജ സജ താലത്തി പോറുത്തുടനെ നബിയ ചുമടൊണ്ടു നെടിൽകളുമാകെത്തിടും ഇവിടെ മിണ്ടറിവതിനായി വിളിത്തുടൻ നബിരു സഹബരിലേകി വിട്ടിടേ സുറത്താലുളർന്നവർ പരദീപന്തേ തരുളരിൽ ചൊന്നാറവർ വന്നിടുമിടുമിടും എണ്ണൊരു കണ്ണമിലേ 501 രൂപ ഒരു വട്ടം 501 രൂപ രണ്ട് വട്ടം. ഇനി വിളിക്കുന്നവർ 756 ബിസ്മിയുടെ ഷോട്ട് അഭിജിത്തിന്റെ കണക്ക് 756. ആരെങ്കിലും ഉണ്ടെങ്കിൽ 501 രൂപ ഏതെങ്കിലും സഹോദരൻ ഇൻഷാ അല്ലാഹ് വിളിച്ചു. 501 രൂപ ഒന്ന് ശരിക്കും മുതലായിട്ടൊന്നുമില്ല. ബോക്സ് ഈ ഒരു കാര്യത്തിൽ 756 ഒക്കെ കിട്ടുന്നു ശരിക്കും. 501 രൂപ രണ്ട് വട്ടം 501 രൂപ പോട്ടെ 3 വട്ടം. നോക്കാണ് നിങ്ങൾ എന്തിനാ ആ കൽത്തപ്പം പറ്റുക അല്ലേ? ഇതല്ലേ കൽത്തപ്പം? ആ കൽത്തപ്പം പോരാട്ടാ വെറുതെ അറിയാണ്. ഏതോ ഒരു ഉമ്മ നല്ലൊരു മുറാദുമായിട്ട് നോക്കാണ്. ഇതിൽ കാര്യമായിട്ട് തേങ്ങയുള്ളൂ. 3-4 തേങ്ങ ഇതിലിട്ടിട്ട് നോക്കാണ് നിങ്ങൾ. ഇതിന്റെ കനം നോക്കാണ് മക്കളെ. വെള്ളർക്കിക്കോളി വിളിക്കാൻ യോഗ അല്ലെങ്കിൽ നോക്കിയിട്ടെങ്കിലും പൂതി മാറ്റിക്കോളൂ. വലിയൊരു കൽത്തപ്പം കൈ കടയാൻ തുടങ്ങി. നല്ല കനണ്ടിട്ട ഒരു 501, 1001, 10,000 തുടങ്ങിക്കാണ്. നല്ല കൽത്തപ്പം 313 രൂപ തുടങ്ങിയിട്ട് മുതലാവൂല. തേങ്ങക്കൊക്കെ നല്ല വില. തിരിച്ചു നിൽക്കുക. അൽഹംദുലില്ലാഹ് 313 തുടങ്ങിയിട്ട് നല്ല കനണ്ട് ഒരു 501 നോക്കണേ. ആ ഉമ്മ ഒരുപാട് പ്രയാസപ്പെട്ടിട്ടാണ് ഇത് രൂപീകരിച്ചെടുത്തത്. അപ്പങ്ങളെമ്പാടും ചുട്ടമ്മായി മരുമോനെ വീട്ടിൽ വിളിച്ചമ്മായി അപ്പാടെ അപ്പങ്ങൾ ഓരോ തരം അറയിൽ ചുമന്ന് വരുന്നമ്മായി അരികലക്കി ചുട്ട പാടണമെങ്കിൽ 1001 പറഞ്ഞു. അപ്പത്തിന്റെ പേര് ഒരു 1001 ഒരു 501 പറയേ. എന്താ നിങ്ങളിങ്ങനെ നിങ്ങളെന്നോട് പിണ്ണാക്ക? 313 ഒരു വട്ടം 313 രണ്ട് വട്ടം 313 രൂപ 2.5 വട്ടം. ചോനെ എന്ത് നല്ല സൈലന്റാ നോക്കുകയാണെങ്കിൽ ഒറ്റ കുട്ടി മുണ്ടണില്ല. കാരണം അറിയാതെ 501 പറഞ്ഞാലോ എന്ന് എഴുതിയിട്ടുണ്ട്. 300 പറഞ്ഞു അല്ലേ?
പെങ്ങളെ സഹോദരിയാ സഹോദരിയാണ്, പെങ്ങളല്ല. അല്ലാഹുവേ 501 രൂപ മക്കളെ സ്വലാത്ത് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നെ വിളിക്കാനൊന്ന് പറയൂ സിദ്ദീഖുൽ അക്ബർ, എന്നെ ശ്രവിക്കാനൊന്ന് ഉണർത്തൂ ഉമറുബ്നുൽ ഖത്താബ്. പൊന്നുപെങ്ങള് എന്ത് ഉദ്ദേശം വെച്ചുകൊണ്ടാണോ ഇത് കൊണ്ടുപോകുന്നത്, ആരാണോ ഏത് സഹോദരിയാണോ കഷ്ടപ്പെട്ട് ഇത് കൊണ്ടുവന്നതെങ്കിൽ അവർക്ക് നിന്റെ സുവലോക സ്വർഗത്തിലേക്ക് ഫാത്തിമയുടെ കൂടെ, ഖദീജ ബീവിയുടെ കൂടെ, ആയിഷ ബീവിയുടെ കൂടെ സുവലോക സ്വർഗത്തിൽ ഒന്നിക്കാൻ നീ തൗഫീഖ് കൊടുക്കണേ തമ്പുരാനേ. 501 രൂപ 501 രൂപ ഒരു വട്ടം, 501 രൂപ 2 വട്ടം. ബിസ്മില്ലാ. വെച്ചിട്ടില്ല അല്ലേ? നോക്കാണെന്നാണ്. ഒരു പാക്കറ്റ് പോവാടാ, ഒരു പാക്കറ്റ് പോടും കണ്ടൊരു പെട്ടെന്ന് 100 രൂപ. അൽഹംദുലില്ലാഹ്. ശംസുദ്ദീൻ ഉസ്താദ്, ശിഹാബുദ്ദീൻ ഉസ്താദ് ഇൻഷാ അല്ലാഹ് 313 രൂപ. ഒരു സലാത്ത് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്രയാ ഒരു പേരെന്താ? ഇസ്മായിൽക്ക് എത്ര? അതുകൊണ്ടാണ് ആളെ ഇൻഷാ അല്ലാഹ് 313 ഉസ്താദ്. 313 രൂപ 313 രൂപ 2 വട്ടം 313 രൂപ. ബദറുൽ ഹുദാ യാസീൻ നബി ഹർജായ നേരം വള്ളർകൊടി മൂണ്ടെണ്ണം ഇടയതിലുണ്ട് അബിയത് വർണ്ണമതാ രണ്ടും അസ്വദുമാമേ. മക്കളെ, ഈ ട്യൂണിൽ നമുക്കറിയുന്ന ഒരു പാട്ടുണ്ട്. ഈ ട്യൂണിൽ നമുക്കറിയുന്ന പാട്ടുണ്ട്. പാട്ട് ഓർമ്മ ഏതാ? അങ്ങനത്തെ പാട്ട് ഓരോ വണ്ടി മല്ലർ കൊടിയേ ഞാൻ നിന്നെ പുഴയരികിൽ പോയി വളർന്നു വരും മഞ്ചുള്ളൊരു പെണ്ണിനെ കണ്ട്. അതല്ല, വേറൊരു പാട്ടുണ്ട്. ഉണ്ട് സഖേ ഒരു മക്കള് പാടുന്നോക്കാണെങ്കിൽ നിങ്ങളും പാടിക്കോളി. ഉണ്ട് സഖേ ഒരു കുലമുന്തിരി വാങ്ങിടുവാനായി 4 കൈയിൽ ഉണ്ട് പ്രിയേ കൽവിലൊരാശ മുന്തിരി തിന്നിടുവാൻ. പ്രാണസഖേ നന്നായി അറിയാം ഞാനീ നാട്ടിലമീറാണെന്ന്, എന്നാലും എന്റേതായൊരു ദൃഹവുമില്ല പ്രിയേ. വരികയാണല്ലേ മഹാനായ ഉമർ തങ്ങളുടെ ഭരണകാലത്ത് പറയാണ്, പ്രിയപ്പെട്ട ഭാര്യ പറയാണ്, നിങ്ങളുടെ കയ്യിൽ ഒന്നുമില്ലേ? പ്രാണസഖേ നന്നായി അറിയാം ഞാനീ നാട്ടിലമീറാണെന്ന്, എന്നാലും എന്റേതായൊരു ദൃഹവുമില്ല പ്രിയേ. അമവിയ രാജകുമാരൻ സുഖലോലുപനാനിബിനുൽ അസീസും അധികാരം കൈവന്നപ്പോൾ ഫക്കീറായി മാറി. നമ്മുടെ കയ്യിലൊക്കെ കുട്ടിയോക്കണല്ലേ, അതിന്റെ അടിത്തറ പൊളിച്ചിട്ട് നമ്മൾ പോയിട്ടുള്ളൂ. പഞ്ചായത്ത് മെമ്പർമാരെ കാര്യമാണ്. ഒരു പഞ്ചായത്ത് മെമ്പർ നമ്മുടെ ഇവിടുത്തെ ഞാൻ പറയില്ല, പഞ്ചായത്ത് മെമ്പർ വൈസ് പ്രസിഡന്റ് കാര്യങ്ങളൊന്ന് ഭരണമൊന്നും കൊടുത്തു നോക്കി. പഞ്ചായത്തിന്റെ അടിയിലത്തെ കല്ലടക്കം മുമ്പിൽ പൊളിച്ചിട്ട് പോയി. അള്ളാഹു നല്ല ഭരണാധികാരം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. 313 നിങ്ങൾ വിളിക്കല്ലാതെ കിട്ടണില്ല. കുറെ കിട്ടില്ല. 400 രൂപ 400 രൂപ ഒരു വട്ടം 400 രൂപ 2 വട്ടം 400 രൂപ. ഒന്നുകൂടി വിളിക്കുക. അതെ, അന്ന് ശിഹാബ് ഉസ്താദ് 313 അല്ലേ?
അല്ല അത് വേണ്ട, അത് ഞാൻ 400 അവിടെ വിളിച്ചു 313 തന്നു. ഇൻഷാ അല്ലാഹ് ഒന്നവിടെ വെക്കുന്നു. ഉമേറിനില്ലെങ്കിൽ എനിക്കൊന്നവിടെ വെക്കുന്നു. ഇത് നേരത്തെ വിളിച്ച കണ്ടപ്പോൾ അല്ല, ഇത് അൽഹംദുലില്ലാ. നോക്കണേ നിങ്ങള്, എന്തൊരു ഭംഗിയാ. ഇത് തിന്നണം എന്നല്ല മക്കളെ, ഷോക്കേസ് കൊണ്ടുപോയി നോക്കുകയാണെങ്കിൽ എന്തൊരു രസം കാണാൻ. കാണുങ്ങൾ കളറ് നോക്കുകയാണ് നിങ്ങളില്ലേ, കാണാതിരിക്കാണ്ട് വെള്ളം ഇറക്കിയിട്ട് പിന്നെ തിന്നാൻ പറ്റും. അൽഹംദുലില്ലാ. ഒരു 313 പറഞ്ഞു നമ്മൾ ആരിസാക്കാനെ കാണാനില്ല. അൽഹംദുലില്ലാ, സുഭിക്ഷമായി ഭക്ഷണം. അല്ലാഹു ആ കുടുംബത്തിൽ അല്ലാഹു ബറക്കത്ത് വളരെ റാഹത്തായ ഭക്ഷണം എനിക്കും എൻ്റെ സുഹൃത്തുക്കൾക്കും ഒരുക്കിയിട്ടുണ്ട്. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഭക്ഷണം ഒരുക്കാൻ അടുപ്പിന്റെ ചൂടേൽക്കുന്ന എൻ്റെ പൊന്നുപെങ്ങന്മാർക്ക് നിന്റെ നരകത്തിന്റെ ചൂട് കൊടുക്കല്ലേ തമ്പുരാനേ. ഒരു 310 കണ്ടൊരു വില. നമ്മൾ സമയം കളയുന്നു. 10 ആയിട്ടുണ്ട്. ഏകദേശം ഒരു 11:15 വരെ നമുക്ക് പറയണം. എന്ന് നമ്മൾ കുറച്ച് പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മുടെ ചെയ്തവരൊക്കെ വരുന്നുണ്ട് അല്ലേ, നമ്മൾ അതിന് സമയം കണ്ടെത്തേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് ഏകദേശം 3000 സ്ക്വയർ ഫീറ്റ് ആയോ? നമ്മൾ അതിന്റെ വിവരം 2500 ഇൻഷാ അല്ലാഹ്. ഇനി ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ പറയും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഒരു 313 സമയം കളയണം. 313 ആരെങ്കിലും പെട്ടെന്ന് കുറേ സൗകര്യങ്ങൾ ആർക്കും പറയട്ടെ പറഞ്ഞിട്ടുണ്ട്. അൽഹംദുലില്ലാ കൊടുക്കില്ല. ഇതെന്താ നെയ്യപ്പം തന്ന 2 കാര്യമുണ്ട് മക്കളെ. എന്താ 2 കാര്യം? അറിയില്ലേ? അറിയണ്ട നിങ്ങള്. ഒരു പാക്കറ്റ് അല്ല, ഒരു എണ്ണില്ല കണ്ടോ, അടുക്കി വെച്ചിക്കാണ് ഉമ്മ. അൽഹംദുലില്ലാ. അല്ലാഹുവരുടെ കുടുംബത്തിൽ അല്ലാഹു ബറക്കത്ത് കൊടുക്കട്ടെ. ആമീൻ പറയും. അല്ലാഹു ഇത് ചുടാൻ ആ പൊന്നുപെങ്ങള് ആ തീയിന്റെ ചൂടേറ്റിട്ടുണ്ടല്ലോ, നിന്റെ കബറിലേക്ക് എത്തുമ്പോ ഇതൊരു പ്രകാശമായി ഒരു തണലായി ആ പൊന്നുമ്മാക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. ഒരു 313 ബദരീങ്ങളുടെ പേര് ഫാത്തിഹ ഓതിയ സദസ്സ് പെട്ടെന്ന് ഉറപ്പിക്കുകയാണ്. എന്തായാലും നമ്മൾ സമയം കളയാൻ പാടില്ല ഇതിന്റെ പേരിൽ. ഒരു 313 ആരെങ്കിലും നെയ്യപ്പാണ്. കുറേ ഉണ്ട് കേട്ടോ, എണ്ണണില്ല. ഇന്നിപ്പോ ഞാൻ അൽഹംദുലില്ലാ നോക്കാണ് നിങ്ങള്. വലിപ്പം കുറവാണ്. ഉണ്ണിന്ന് ശരിക്കും ഇതിനാണ് ഉണ്ണി ഇതിനാണ് ശരിക്കും ഉണ്ണിയപ്പം എന്ന് പറയാം. ഉണ്ണിയാണ്. ഒരു 313 പറയും. കുറേ ഉണ്ട് കേട്ടോ. സഹോദരിമാരൊന്നും പറയണില്ല. ഇസ്മായിൽക്ക എവിടെ? നിങ്ങളെ പേരെന്താ? റമീസ്, അനീസാക്ക് ഒന്ന് ചോദിക്കും. ഏതെങ്കിലും ഒരു സഹോദരി 313 എന്തെങ്കിലും ഒന്ന് പറയും. 313 രൂപ. അടിപെട്ട് കൊത്തി പൊളിത്താരോ അനൈത്താലിയും മാലൈ ആറുത്താരോ പിടിപെട്ട് സിന്നും കടിത്താരോ പിച്ചച്ചട്ടയും കീറപ്പെടുത്താരോ. ഒരു 313 ആരെങ്കിലും ഒന്ന് പറയും. നമ്മുടെ ലൈവിൽ ഇന്നലെ നമ്മുടെ ഉമേറിനോട് റിക്വസ്റ്റ് ഉണ്ട്. അന്തസ്സുള്ളൊരു ദുനിയാവ് ആർക്കാണ് ഇവിടെ സ്ഥിരവാഴ്വ് എന്നൊരു പാട്ടിൽ 4 പേര് പാടാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ലേലം കഴിഞ്ഞാൽ നമ്മുടെ സുഹൃത്ത് അത് പാടും. ഒരു 313 ആരെങ്കിലും ഒന്ന് പറയുവാണെങ്കിൽ സമയം കളയണ്ട. ഒന്ന് പറയും. ഏതെങ്കിലും ഒന്ന് പറഞ്ഞാണ് 313. അല്ലാഹുവേ, ആരാണോ ഇത് കൊണ്ടുപോകുന്നതെങ്കിൽ അവരുടെ കുടുംബത്തിൽ ദാരിദ്ര്യം കൊടുക്കല്ലേ അല്ലാ. ആരാണോ ഇത് കൊണ്ടുവന്നത് അവരുടെ കുടുംബത്തിൽ നീ ബറക്കത്ത് കൊടുക്കണേ തമ്പുരാനേ. അല്ലാഹുവേ, ആ കുടുംബത്തിൽ ദാരിദ്ര്യം കൊടുക്കല്ല റബ്ബേ. 310 പറഞ്ഞോ? ആരും പറഞ്ഞില്ല പടച്ചോനെ. അൽഹംദുലില്ലാ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സ്വീകരിക്കട്ടെ. റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടല്ലേ, വീണ്ടും റൊട്ടേറ്റ് ചെയ്ത് വരികയാണ്. ഒരു 313 പറയും. അതാ പറഞ്ഞു. ഇപ്പൊ കൽത്തപ്പം ആ സഹോദരി പറയുന്നത് 313 അല്ലേ? 3 വട്ടം. ഇനി അടുത്തത് ഇതാ പാക്കറ്റ് തന്നെയല്ലേ? ഭക്ഷണത്തിന് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഉമേറിന്റെ അവിടേക്ക് വെച്ചളിന്ന് ഉമേർ ആ കാർക്ക് വെച്ചാ വേറെ ഒരു 313 അള്ളാനെ ഓർത്ത് ഇനി വിളിക്കണത് മടക്കി തരരുത്. സംഭവം നമുക്ക് സന്തോഷമുള്ള കാര്യമാണ്.
നമ്മുടെ പള്ളിക്കൊരു വരുമാനമൊക്കെ തന്നെയാണ്. പക്ഷെ എന്താ നമ്മുടെ സമയം പോകുന്നതുകൊണ്ടാണ്. പക്ഷെ അത് വിളിക്കണമല്ലോ പക്ഷെ അത് റാഹത്തായിട്ട് കൊണ്ടുപോയിട്ട് തിന്നോളി. തിന്നുമ്പോ നമ്മളൊന്ന് ഓർത്താൽ മതി. ഒരു 313 ഏതെങ്കിലും ഒന്ന് പറയും. ചൊക്കർ നബി സഹബുക്കയിലും ഉണർവിക്കലതാമിറഹക്കന്നുമൈകളിൽ സുത്താര സുബനത്തൂരിൽ മഹാന്മാരായ അസ്ഹാബുൽ ബദരീങ്ങള് സുവലോക സ്വർഗത്തെ കൊണ്ട് സന്തോഷം അറിയിച്ചിട്ടുണ്ടെങ്കിൽ ഹൈബരീങ്ങളോടും അല്ലാഹു റസൂൽ പറയുന്ന രസകരമായ ഒരു പാട്ട് നമുക്ക് പാടാൻ ഒരു 313 അല്ലെങ്കിൽ 200 എന്തെങ്കിലും കണ്ടുവരും പെട്ടെന്ന് എത്ര ഒരു എന്തെങ്കിലും ഒരു വില പറയും. സമയം കളയണ്ട. പാട്ട് കേൾക്കാൻ ആഗ്രഹമുണ്ട്, വിളിക്കാനോട്ട് ആഗ്രഹമില്ല. അൽഹംദുലില്ലാഹ് അതാ നമ്മളതാ ഇതാ പോയതല്ലോ, ഇത് പുതിയതാണല്ലേ. അൽഹംദുലില്ലാഹ് നോക്കാണ് നമ്മുടെ പഴയ ആ കാലം ഓർമ്മ വരും അല്ലേ. ഇപ്പൊ ഇങ്ങനെ സ്റ്റേജിലേക്ക് ഒന്ന് കളിക്കാൻ സാധാരണ വരാറില്ല. ഇൻഷാ അല്ലാഹ് പിന്നെ വന്നിരുന്നു ഇൻഷാ അല്ലാഹ് 9, 10, 11 നരിയങ്കോട് ഇൻഷാ അല്ലാഹ് പരിപാടി നടക്കുകയാണ്. ആ ഭാഗത്തൊക്കെ വരാറുണ്ട്. കാരണം ഉൾഭാഗങ്ങളാണ്. ഇപ്പോഴും ആ പഴയ ചുവട് ഉള്ള നാടാണ്. വരുന്ന ഫെബ്രുവരി 9, 10, 11 നരിയങ്കോട് ഇൻഷാ അല്ലാഹ് പരിപാടി നടക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് കഴിയുന്നവരൊക്കെ പങ്കെടുക്കുക. ഒരു 313 ആരെങ്കിലും ഏതെങ്കിലും ഒരു കൈ ഒന്നും വെക്കാൻ മതി. കൈ പൊക്കിയാൽ മതി. പൈസ കൊടുക്കണ്ട. പൈസ കൊടുക്കണ്ടെന്നപ്പോഴാ അല്ല അൽഹംദുലില്ലാഹ് 2 ഉണ്ണിയപ്പം. ഒരു ഉണ്ണിയപ്പത്തിന്റെ കൂടെ ഒരു ഉണ്ണിയപ്പം ഫ്രീ തരാട്ടാ. ഒരു ഉണ്ണിയപ്പം 313 വിളിച്ച അതിന്റെ കൂട്ടത്തിൽ ഒരു ഉണ്ണിയപ്പം ഫ്രീ. വിളിക്കും. ഒരു 313 ഏതെങ്കിലും ഒരു സഹോദരൻ വിളിക്കും. ഉള്ളരീടയിലും നക്കതേരി നടക്കുന്നേ. രസകരമായൊരു പാട്ടാണ്. പക്ഷെ പണ്ടത്തെ കല്യാണ വേളയിൽ കോൽക്കളി പാട്ടായിട്ട് ഈ പാട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ അതിന്റെ ട്യൂൺ ഇങ്ങനെയല്ല. ഉള്ളരീടയിലും നക്കതേരി നടക്കുന്നേ. തത്തകൃത താമില്ലത്തെയ്തളം തെളിവറിനേബി കമ്മത്തായ ആതികഉമ്മതാൻ. തത്തകൃത താമില്ലത്തെയ്തളം ഫലമാം ഹൈറാന കീനാവ് കണ്ടങ്കുണർന്നാളേ. ഇതൊക്കെ കേൾക്കുമ്പോഴാണ് ഒന്നുകൂടി കെട്ടിയാലോ എന്ന് തോന്നുന്നു അല്ലേ. കെട്ടീന്റെ ക്ഷീണം തന്നെ മാറിയിട്ടില്ല മാണിക്കല്ലുകളെ. അള്ളാഹു നമ്മുടെ കുടുംബത്തിൽ അള്ളാഹു സമാധാനം നൽകുക. അമീൻ പറയും. അള്ളാഹു നമ്മുടെ കുടുംബത്തിൽ അള്ളാഹു സമാധാനം. കോൽക്കളി പാട്ട് പാടിയിട്ട് അവർ പറഞ്ഞു. ഒരു 313 ആരെങ്കിലും പെട്ടെന്ന് ഇത് നാളേക്ക് മാറ്റി വെക്കാൻ പറ്റില്ല. കാരണം അത് കേടില്ല. അതുകൊണ്ടാണ് നാളേക്ക് മാറ്റി വെക്കാൻ പറ്റണ വല്ലുണ്ടി ഒന്നും മാറ്റിച്ചോളൂ. കഴിഞ്ഞു ഒരു 200, 300, 400 എന്തെങ്കിലും പെട്ടെന്ന് 2 സാധനം നമുക്ക് ചരിത്രം തുടങ്ങാൻ വേണ്ടി അല്ലാഹുവിന്റെ റസൂലും 1000ഓളം വരുന്ന സഹാബാക്കളും 313 ഇത് ഉണ്ണിയപ്പം തന്നെയാണ്. ഇൻഷാ അല്ലാഹ് ഒരു പേര് 313 അൽഹംദുലില്ലാഹ്. ഒരു 313 നാടൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് എന്ത് ഉദ്ദേശം വെച്ചുകൊണ്ടാണോ ഇത് ഭക്ഷിക്കുന്നതെങ്കിൽ അല്ലാഹുവേ അവരുടെ ശരീരത്തിലേക്ക് മാറാ വ്യാധി നീ കൊടുക്കില്ലേ അല്ലാഹ്. മക്കൾക്കാണ് കൊടുക്കുന്നതെങ്കിൽ നാഫിയായ ഇൽമ് കാമിലായ അഖ്ല നീ പ്രദാനം ചെയ്യണേ തമ്പുരാനെ. അല്ലാഹുവേ മക്കളില്ലാതെ കഷ്ടപ്പെടുന്ന ഒരു സഹോദരിയാണോ ഇത് കൊണ്ടുപോകുന്നതെങ്കിൽ താമസമിന സ്വാലിഹായ ഒരു പൊന്നുമോളെ കൊടുത്ത് നീ അനുഗ്രഹിക്കണേ റബ്ബേ. ഒരു ഗർഭിണിയാണ് ഈ സദസ്സെന്നത് കൊണ്ടുപോകുന്നതെങ്കിൽ ഓപ്പറേഷൻ കൂടാതെ സുഖപ്രസവത്തിന് നീ തൗഫീക്ക് നൽകണേ അല്ലാഹുവേ. എന്ത് ഉദ്ദേശം വെച്ചുകൊണ്ടാണോ നിന്റെ മഹാന്മാരായ ഹൈബരീങ്ങളുടെ മദ്ഹ് പറയുന്ന സദസ്സെന്നത് കൊണ്ടുപോകുന്നതെങ്കിൽ അവരുടെ ഹലാലായ ഉദ്ദേശം നീ നിറവേറ്റി കൊടുക്കണേ അല്ലാഹ്. ഒരു വില 113 രൂപ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മംബൂറക്കു മക്കാമിലേ മൗലാദ വീലവാസിലേ
ഇമ്പപ്പൂവായ കുത്തുബുലി അല്ലാഹു മഹാന്മാര് പോകുന്ന സ്വർഗത്തിലേക്ക് പോകാൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. 313 400 രൂപ കഷ്ടം നീരുൾ കടവിന്ന് കപ്പക്കാരും വിളിച്ചെന്ന് കണ്ടേ വെളിച്ചം ചൂട്ടുന്ന കാട്ടിയുടെ തെങ്ങിൻ മോളിന്ന് 400 രൂപ ഒരു വട്ടം 786 രൂപ കണ്ടേ വെളിച്ചം റാഹത്താൽ കപ്പക്കാരും സലാമത്താൽ കിട്ടിയ നിന്റെ ഉടമറ്റോരിൽ 786 രൂപ. അല്ലാഹുവേ, ബിസ്മിയുടെ ഷോട്ടാണ്, അബ്ജദിന്റെ കണക്കാണ്. ആ സഹോദരൻ എല്ലാ കാര്യവും ബിസ്മി കൊണ്ട് തുടങ്ങാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. തുടങ്ങുന്ന ഒരു സംരംഭവും നീ പരാജയപ്പെടുത്തല്ലേ തമ്പുരാനെ. 786 രൂപ. 1000 രൂപ. മക്കളൊരു സലാത്ത് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹുവേ, ശാരീരികമായി മാനസികമായി എന്തെങ്കിലും പ്രയാസം ആ കുടുംബത്തിലുണ്ടെങ്കിൽ ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് മുഴുവൻ നീ തീർത്തു കൊടുക്കണേ അല്ലാഹ്. 1000 രൂപ. 1111 രൂപ. റളിയല്ലാഹു അൻഹുൽ ബദരി റളിയല്ലാഹു റളിയല്ലാഹു അൻ ശുഹദായി റളിയല്ലാഹു. അല്ലാഹുവേ, മാരകമായ രോഗങ്ങള്, മാറാവ്യാധികളെ പെടുന്നതിനുള്ള മരണങ്ങൾ, അപകട മരണങ്ങൾ, ദുർമരണങ്ങൾ, ദുരന്തങ്ങൾ, അറ്റാക്ക്, ക്യാൻസറിനെ പോലെയുള്ള അസുഖം കൊടുത്തുകൊണ്ട് ആ സഹോദരനെയും കുടുംബത്തെയും ഞങ്ങളെയും നീ പരീക്ഷിക്കല്ലേ അല്ലാഹ്. 1111 രൂപ. 1313 രൂപ. അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹുവേ, നീ സ്വീകരിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, കുടുംബത്തിൽ ദാരിദ്ര്യം കൊടുക്കല്ലേ അല്ലാഹ്. മക്കളെ സ്വാലിഹീങ്ങളാക്കണേ റബ്ബേ. കുടുംബസമേതം നാളെ സുഖലോക സ്വർഗത്തിലേക്ക് പോകുന്ന ഒരു വിഭാഗത്തെ ഇന്നത്തെ ആമുഖത്തിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ആ സഹോദരനെയും കുടുംബത്തെയും നീ പെടുത്തണേ അല്ലാഹ്. 1313 1786 രൂപ. മക്കളൊരു സലാത്ത് സല്ലല്ലാഹു അലാ മുഹമ്മദ് അലൈഹി വസല്ലം അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹുവേ, ഞങ്ങൾ ചൊല്ലുന്ന സ്വലാത്ത് കമ്പിയിലൂടെ ആദരവായ സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുറൗദയിലേക്ക് എത്തിക്കണേ റബ്ബേ. അവിടെ ചെന്നുകൊണ്ട് ആദരവോടെ അതോടുകൂടി അസ്സലാമു അലൈക്കും യാ റസൂലല്ലാഹ് എന്ന് പറയാനുള്ള തൗഫീഖ്, ആഫിയത്ത്, സമ്പത്ത് ആ സഹോദരനും കുടുംബത്തിനും ഞങ്ങൾക്കും നീ നൽകണേ അല്ലാഹ്. 1786 2000 രൂപ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹുവേ, സ്വീകരിക്കണേ തമ്പുരാനെ. ഈ കോഴിമുട്ടക്ക് അത്രക്ക് വിലയില്ല റബ്ബേ. നിന്റെ സദസ്സിനുള്ള മഹത്വം മനസ്സിലാക്കിയിട്ടാണ് ആവേശത്തോടെ ഇത് വിളിക്കുന്നത്. അൽഹംദുലില്ലാഹ്, അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹുവേ, ആ പാണ്ഡിത്യത്തിൽ നീ ബറക്കത്ത് കൊടുക്കണേ തമ്പുരാനെ. കുടുംബത്തിൽ നീ ബറക്കത്ത് കൊടുക്കണേ അല്ലാഹ്. ഒരുപാട് ഉഖറവിയായ ആലിമീങ്ങളെ വാർത്തെടുക്കാനുള്ള തൗഫീഖ് ആ പൊന്നു ഉസ്താദിന് നീ തൗഫീഖ് കൊടുക്കണേ അല്ലാഹ്. 2000 രൂപ. 2222 രൂപ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹുവേ, മരിക്കുന്ന സമയത്ത് പുഞ്ചിരിച്ച് മരിക്കുന്ന കൂട്ടത്തിൽ ആ സഹോദരനെയും ഞങ്ങളെയും നീ പെടുത്തണേ അല്ലാഹ്. 2222 ഒരു തരം 2 വട്ടം 2222 രൂപ 2.5 വട്ടം 2222 രൂപ 2.25 വട്ടം 2222 രൂപ കഴിഞ്ഞോ?
മൂന്ന് വട്ടം കഴിഞ്ഞില്ലേ? ഇതാ പോയത് തന്നെ പിന്നെ മടിക്കുന്നു. പുതിയ പാക്കറ്റില്ല, പുതിയ പാക്കറ്റില്ല. കഴിഞ്ഞിട്ടാ. നിങ്ങൾക്ക് വിഷമമുണ്ടോ? ലേലം ഇങ്ങനെ കൂടി പോകുമ്പോൾ വിഷമമുണ്ടോ? എന്നാൽ വിഷമമുള്ളവർ പോയിക്കോളൂ. വിഷമില്ലാത്തവർ വെറുതെ പറയട്ടെ, നിങ്ങൾ പോകരുതിട്ടാ. നിങ്ങളാണ് ആകെയുള്ള പ്രതീക്ഷ. ഇതാ ഒരു വില 313. ഏതെങ്കിലും ഒരു സൗകര്യം 11 കഴിഞ്ഞു. 11:15 നമ്മൾ 313 നമ്മൾ ഒന്നവിടെ വെക്കാൻ പറഞ്ഞു. ഒന്നും വേറെ വെച്ചിട്ടില്ലേ? കുറെ പറഞ്ഞു വെക്കാൻ. കഴിഞ്ഞില്ലേ? അൽഹംദുലില്ലാ ഒക്കെ കഴിഞ്ഞില്ലേ? ഇതെന്താ സ്ക്വയർ കത്തപ്പ? വല്ലാത്തൊരു ബർക്കത്തുള്ള കത്തപ്പ. ആദ്യന്റെ കൈ കിട്ടിയത് അവസാനം എൻ്റെ കൈ തന്നെ. ഇനി ഒന്നുമില്ല. ഇവിടെ ലേരഞ്ചാളോ പോലെ പെണ്ണുങ്ങൾക്ക് സമ്മതമല്ല. പെണ്ണുങ്ങൾ ഗർഭിണിയാണ്. അള്ളാഹു സുഖപ്രസവത്തിന് അള്ളാഹു തൗഫീഖ് കൊടുക്കട്ടെ. ആമീൻ പറയ്. അള്ളാഹു സുഖപ്രസവത്തിന് അള്ളാഹു തൗഫീഖ് കൊടുക്കട്ടെ. അള്ളാഹുവേ, ഞങ്ങളുടെ മക്കൾക്ക് നീ നാഫിയായ ഇൽമ കാമിലായ അഖിൽ പ്രദാനം ചെയ്യണേ റബ്ബേ. രണ്ട് മാണിക്കല്ലുകളും ഇതായിരിക്കണം. ഒരാളുണ്ടോ? എന്നെ തന്നെ നോക്കി നിൽക്കുകയാണ്. എന്തെങ്കിലും ഒരു വില നിങ്ങൾ കണ്ടു. എന്തെങ്കിലും ഒരു വില പറയും. 113, 200, 100 പറഞ്ഞാലും നിങ്ങൾക്ക് തരികയാണ്. സമയം കളയണ്ട. ലാസ്റ്റ് ഒരു വില ഏതെങ്കിലും പറയും. എത്ര 313 100 രൂപ. അന്തസ്സുള്ളൊരു ദുനിയാവില്ലേ? അത് ഇൻഷാല്ലാ 4 വരി പാടാൻ പറഞ്ഞിട്ടുണ്ട്. പാടില്ലേ? നമ്മുടെ പ്രവാസികളുടെ അഭ്യർത്ഥന മാനിച്ചിട്ട് ആ ഒരു പാട്ട് കൂടി കേട്ടിട്ട് ഇൻഷാല്ലാ ഒരു അരമണിക്കൂർ 11:15 ഇൻഷാല്ലാ നമ്മൾ പിരിഞ്ഞു പോകും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ പറയും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അന്തസ്സുള്ളൊരു ദുനിയാവ് ആർക്കാണിവിടെ സ്ഥിരവാഴ്വ്? അവധിയെടുത്തു മരിച്ചാൽ പിന്നെ 6 അടി മണ്ണിൽ ഒരു വീട്. അന്തസ്സുള്ളൊരു ദുനിയാവ് ആർക്കാണിവിടെ സ്ഥിരവാഴ്വ്? അവധിയെടുത്തു മരിച്ചാൽ പിന്നെ 6 അടി മണ്ണിൽ ഒരു വീട്. അന്തസ്സുള്ളൊരു ദുനിയാവ് അടിതെറ്റിക്കും നോട്ടീസ്, അടിച്ചിറക്കും ഇബ്ലീസ്. അത് വാഴ്ച പഠിച്ച് ഗണിച്ചാൽ പിന്നെ അതാണ് ഗുലുമാലാപ്പീസ്. അടിതെറ്റിക്കും നോട്ടീസ്, അടിച്ചിറക്കും ഇബ്ലീസ്. അത് വാഴ്ച പഠിച്ച് ഗണിച്ചാൽ പിന്നെ അതാണ് ഗുലുമാലാപ്പീസ്. അന്തസ്സുള്ളൊരു ദുനിയാവ് ആർക്കാണിവിടെ സ്ഥിരവാഴ്വ്? അവധിയെടുത്തു മരിച്ചാൽ പിന്നെ 6 അടി മണ്ണിൽ ഒരു വീട്. അന്തസ്സുള്ളൊരു ദുനിയാവ്. ധാരാളം ആളുകൾ മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി സംഭാവന നൽകിയിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടി അവസാനം നമുക്ക് ദുആ ചെയ്യാം. ഒരു പ്രവാസി സഹോദരൻ 300 സ്ക്വയർ ഫീറ്റ് ഇപ്പം നാട്ടിലുണ്ട്. ഇൻഷാല്ലാ മരണപ്പെട്ട പിതാവിൻ്റെ വിധവ ചെയ്യാൻ. അതുപോലെ പ്രവാസത്തിൽ നിന്ന് മറ്റൊരു സഹോദരൻ കൈപ്പുള്ളിത്തൊടി മുഹമ്മദ് റാഫി 300 സ്ക്വയർ ഫീറ്റ് മരണപ്പെട്ട വല്യപ്പയുടെയും വല്യമ്മയുടെയും വിധവ ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻഷാല്ലാ എല്ലാവർക്കും നമുക്ക് അവസാനം ദുആ ചെയ്യാം. അതുപോലെ ഹൈദരാബാദിൽ 2 ദിവസം എൻ്റെ ഒരു കുടുംബത്തിൽപ്പെട്ട ഒരടുത്തുള്ള നമ്മുടെ നസീർ എന്ന് പറയുന്ന സഹോദരൻ്റെ ജ്യേഷ്ഠൻ ഒരു അപകടത്തിൽ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അള്ളാഹു കുടുംബത്തിന് അള്ളാഹു സമാധാനം കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ആമീൻ പറയും. 2-3 കുഞ്ഞു മക്കളാണ്. കുടുംബം വലിയ സങ്കടത്തിലാണ്. അള്ളാഹു സുബ്ഹാനഹു തആല ആ സഹോദരൻ ഷഹീദിന്റെ പ്രതിഫലം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അങ്ങനെ ധാരാളം ആളുകൾ. അതുപോലെ പ്രത്യേകിച്ച് എൻ്റെ ഭാര്യയുടെ വല്യമ്മ ഉപ്പാക്ക് വേണ്ടി ദുആ ചെയ്യാൻ, വല്യപ്പാക്ക് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് 500 രൂപ സംഭാവന ചെയ്തിട്ടുണ്ട്. ഇൻഷാല്ലാ എല്ലാവർക്കും വേണ്ടി അവസാനം ദുആ ചെയ്യാം. ഇനി ആരെങ്കിലും അതിലേക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇൻഷാല്ലാ ഏകദേശം 1000 സ്ക്വയർ ഫീറ്റും കൂടി നമുക്ക് അതിലേക്ക് ആവശ്യമുണ്ട്. നിങ്ങൾ സഹകരിക്കണമെന്ന് ഉണർത്തിക്കൊണ്ട് നമുക്ക് അത് 1-2 ഇഷ്ടം കൂടി പാടും ദുആ ചെയ്ത് വിരിയാം.
ഇൻഷാ അല്ലാഹ് നമ്മൾ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സഹോദരൻ, പേര് പറയാൻ ആഗ്രഹിക്കാത്ത ഒരു സഹോദരൻ 10,000 രൂപ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് നമ്മുടെ ഈ പരിപാടിക്ക് സംഭാവന ചെയ്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സഹോദരന്റെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും അല്ലാഹു നിറവേറ്റി കൊടുക്കട്ടെ. ധാരാളം ആളുകൾ 100, 50, 25, 10 സ്ക്വയർ ഫീറ്റ് വരെ പറഞ്ഞവരുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവരുടെയും പ്രവർത്തനങ്ങളിൽ അല്ലാഹു ബറക്കത്ത് കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ഇവിടെ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബാക്കളോട് മുശാവറ ചെയ്തു എന്ന് മാത്രമല്ല, 1000-ഓളം വരുന്ന സഹാബാക്കളുമായിട്ട് അല്ലാഹുവിന്റെ റസൂൽ ഖൈബറിലേക്ക് പുറപ്പെട്ടു. എന്നാൽ ഈ വിവരങ്ങളെല്ലാം അബ്ദുല്ലാഹി ഇബ്നു ഉബൈ എന്ന് പറയുന്ന ഒരു ഒറ്റുകാരൻ മുഖാന്തരം മുറഹിബ് രാജാവിന് അറിവ് കിട്ടിയിട്ടുണ്ട്. ചരിത്രം പറയാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബാക്കളുടെ കൂട്ടത്തിലുള്ള അബ്ദുല്ലാഹി ഇബ്നു ഉബൈ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, ഒരു സഹാബി, അല്ലാഹുവിന്റെ റസൂലും 1000-ഓളം വരുന്ന സഹാബാക്കളും ഖൈബറിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരം മുറഹിബ് രാജാവിന് അറിയിച്ചു കൊടുക്കുകയാണ്. പകയർകൾ അതിനാൽ ബഹുബന്ധിൽ കടകം സകലവും ശ്രദ്ധിത്തേ ചിരിയെ പയൽകളോടനക മുതൽകളും തരണത്തിലുറപ്പിത്തേ സമരക്കരുവികൾ അസകിറയുന്ന നദതരലയിൽ അടക്കിലായി സർവഹസറപ്പ പൊരുകൾ അടവെ കവലം നായിനിൽ ഒരു കലാ കമർഹുദ തിരുനബി അരികെ കുളിർമ ഒരുമിത്ത് നടക്കലായി കനിന്ത് പൊഴുതുണ്ട് കണത്തെ നനക്ക് പൊഴുതിൽ പൊരുതിന്തു മികക്കലായി വിനിത മതമതി തരുകൾ അഴുന്നള്ളും പൊഴുതിൽ മനമതിൽ വിവരിത്തേ തിരുടൻ അബുദുള്ള ഇബ്നു ഉബൈ അവൻ ഖൈബർ യഹൂദികൾ തെരുവിത്തേ. അബ്ദുല്ലാഹി ഇബ്നു ഉബൈ മുഖാന്തരം അല്ലാഹുവിന്റെ റസൂലും 1000-ഓളം വരുന്ന സ്വഹാബാക്കളും മദീനയിൽ നിന്ന് ഖൈബറിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് എന്ന് പ്രവിശാലമായ വിസ്തൃതിയുള്ള മുറഹിബ് രാജാവിനോട് ഈ വിവരം അങ്ങോട്ട് പറഞ്ഞു എന്ന് മാത്രമല്ല, ചിരിയ പയൽകളോടനക മുതലുകളും തരണത്തിലുറപ്പിത്തേ സമര കരുവികൾ അസകിറയും മഹൽ അടുക്കിത്തേ. ഈ വിവരം അങ്ങോട്ട് കേട്ട മുറഹിബ് രാജാവും 4 മന്ത്രിമാരും 1,00,000-ഓളം വരുന്ന പട്ടാളക്കാരും, എന്റെ മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ റസൂലും തുച്ഛമായ 1000-ഓളം വരുന്ന സഹാബാക്കളോട് ഏറ്റുമുട്ടാൻ സകലവിധ ആയുധങ്ങളും തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. എന്നാൽ അല്ലാഹുവിന്റെ റസൂലും 1000-ഓളം വരുന്ന സഹാബാക്കളും മദീനയിൽ നിന്ന് പുറപ്പെട്ടു എന്ന് മാത്രമല്ല, കാടുകളും മലകളും മലഞ്ചെരുവുകളും സഞ്ചരിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂലും സഹാബാക്കളും അങ്ങനെ പോകുമ്പോഴാണ് കുറെ ആളുകൾ അവിടെ കൂടി നിൽക്കുന്നത്. കുറെ നേരമല്ലോ, എന്താ സംഭവം? അല്ലാഹുവിന്റെ റസൂൽ നോക്കുമ്പോൾ ഒരുപാട് ആളുകൾ അങ്ങനെ കൂടി നിൽക്കുന്ന രംഗം കണ്ടപ്പോ പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കൂടിയ ആളുകളുടെ സമീപത്തേക്ക് ചെന്ന് ചോദിക്കുകയാണ്, കണ്ടവരാകയും കിണ്ടറിനീബിയാരിൽ ആശയില്ലം വാർത്ത തീശിയാരേ ശാം എണ്ടത്തൂർ കാണോ നടത്തമാ വിണ്ടിൽ പോകുന്തോറും നിന്റെ സഹബരം വേഗം ഭാവിയിടുന്ന പോകലായ ചിന്ത വിധി ഹൈബേറേണ്ട വേദിനി അഭയെ പീഡിതാറ്റ നബീരക്കെ അപ്പോൾ റസൂലിൻ ഹുബ്ബാലൂറ്റാൻ അണ്ടവരാകയും കിണ്ടർ നബിയാരിൽ ആശയിൽ വാർത്ത പേശിയാരെ ശാം എണ്ടത്തൂർ കാണാൻ അല്ലാഹുവിന്റെ
അള്ളാഹു റസൂൽ അവിടുന്ന് യാത്ര തുടർന്നു മാത്രമല്ല, കുറേ ദൂരം സഞ്ചരിച്ചപ്പോഴാണ് ഒരുപാട് സഹാബാക്കൾ അവിടുന്ന് ഇങ്ങോട്ട് വരുന്ന രംഗം അള്ളാഹു റസൂൽ കണ്ടത്. എന്റെ മുഅ്മിനീങ്ങളെ, അവരൊരു വർത്തക സംഘമായിരുന്നു. അവർ ശ്യാമിൽ നിന്ന് കച്ചവടം കഴിഞ്ഞിട്ട് മദീനയിലേക്ക് പുറപ്പെട്ട സഹാബാക്കളാണ്. ആ സഹാബാക്കളോട് അള്ളാഹു റസൂൽ ചോദിക്കുന്നു, നിങ്ങൾ എവിടുന്നാണ് വരുന്നത്? സഹാബാക്കൾ പറഞ്ഞു, നബിയെ, ഞങ്ങൾ കച്ചവടം കഴിഞ്ഞിട്ട് ശ്യാമിൽ നിന്ന് വരുന്ന വരവാ. അപ്പൊ അള്ളാഹു റസൂൽ അടുത്തത് ചോദിക്കുന്നത്, നിങ്ങൾ ഏത് റൂട്ട് വഴിയാണ് വരുന്നത്? ഏത് വഴിയാണ് നിങ്ങൾ മദീനത്തേക്ക് പുറപ്പെട്ടിട്ടുള്ളത്? ആ സമയത്ത് അവർ പറയാണ്, ശ്യാം എണ്ടത്തൂർ കാണോർ നടത്ത മാണ. നബിയേ, ഞങ്ങൾ വരുന്നത് ഖൈബർ എന്ന് പറയുന്ന നാടിന്റെ പരിസരത്തിലൂടെയാണ്. അതിന്റെ ബോർഡറിലൂടെയാണ് ഞങ്ങൾ വരുന്നത്. ആ സമയത്ത് അല്ലാഹു റസൂൽ വീണ്ടും ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്, സാധാരണ കച്ചവടം കഴിഞ്ഞ് നിങ്ങൾ ഷാമിൽ നിന്ന് സിറിയയിൽ നിന്ന് വരുമ്പോൾ കാണാത്ത പല വല്ല കാഴ്ചകളും, പ്രത്യേക വല്ല കാഴ്ചകളും ഇന്ന് നിങ്ങൾക്ക് ഖൈബറിൽ കാണാൻ പറ്റിയിട്ടുണ്ടോ? ഇത് അല്ലാഹു റസൂൽ ചോദിക്കാൻ ഒരു കാരണമുണ്ട്. അവിടെ എന്തെങ്കിലും തയ്യാറായിട്ടുണ്ടോ? ഈ സഹാബാക്കളും അള്ളാഹു റസൂലും പുറപ്പെട്ട വിവരം ഖൈബർ രാജാവ് അറിഞ്ഞിട്ടുണ്ടോ എന്നറിയാൻ അള്ളാഹു റസൂൽ സഹാബാക്കളോട് ചോദിക്കുകയാണ്, സാധാരണ നിങ്ങൾ സിറിയയിൽ നിന്ന് കച്ചവടം കഴിഞ്ഞ് വരുമ്പോഴുള്ള കാഴ്ചയേക്കാൾ വല്ല പ്രത്യേകതകളും ഇന്ന് നിങ്ങൾക്ക് ഖൈബറിൽ കാണാൻ പറ്റിയിട്ടുണ്ടോ? സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ. ആ സമയത്ത് സഹാബാക്കൾ പറഞ്ഞു, നബിയെ, ഉണ്ട്. സാധാരണ ഞങ്ങൾ കച്ചവടം കഴിഞ്ഞ് വരുമ്പോ കുട്ടികൾ ഇങ്ങനെ കളിക്കുന്നത് കാണാം, ഭാര്യമാരിങ്ങനെ നടക്കുന്നത് കാണാം, പട്ടാളക്കാർ റോന്ത് ചുറ്റുന്നത് കാണാം. പക്ഷെ ഇന്നത്തെ ദിവസം അതൊന്നും ഞങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടില്ല. ഈ സമയത്ത് ലോകത്തിന്റെ നായകൻ സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ അള്ളാഹു റസൂൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, സഹാബ, എന്നാൽ നമ്മൾ മദീനയിൽ നിന്ന് പുറപ്പെട്ട വിവരം ഖൈബർ രാജാവ് അറിഞ്ഞിട്ടുണ്ട്. എന്ത് നബിയേ, നമ്മൾ എങ്ങനെയാണ് മദീനയിൽ നിന്ന് പുറപ്പെട്ട വിവരം ഖൈബർ രാജാവ് അറിഞ്ഞത്? കണ്ടം വാഴും കെണ്ടൻ മൂറഹീബിൽ കബയെ പീടി താറ്റൽ നബിയിറങ്ങി. അപ്പോൾ ഹബ്ബാബി റസൂലി ഹുബ്ബാലൂറ്റാൽ അല്ലാഹു റസൂലിനെ അതാ മുഖറബുൽ അംലാഖ് നസറുൽ അമീൻ മലക്ക് ജിബ്രീൽ പോര ജിബ്രീൽ അറിയിച്ചു കൊടുക്കുന്നുണ്ട്, നബിയേ, നിങ്ങൾ പുറപ്പെട്ട വിവരം അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ അവിടെ എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. അവര് സകലവിധ സന്നാഹങ്ങളുമായി ആയുധങ്ങൾ ശേഖരിച്ചിട്ട് 1000-ഓളം വരുന്ന സഹാബാക്കളോട് ഏറ്റുമുട്ടാൻ അവർ തയ്യാറായിട്ടുണ്ട്, നബിയേ. സുബ്ഹാനല്ലാഹ്. ഏതായിരുന്നാലും പുറപ്പെട്ട